ورحمة الله. الحمد لله الذي عدد ما خلق. الحمد لله ملء ما خلق. الحمد لله عدد ما في السماوات وما في الأرض. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. أما بعد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. നമുക്ക് ഇന്നത്തെ ബർസഖ് എന്ന വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ബർസഖിൻ്റെ ഓരോ മുക്കും മൂലയിലൂടെയും സഞ്ചരിച്ച് നബി പഠിപ്പിച്ച, ദീന് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. നമുക്ക് ആദ്യം വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് തുടങ്ങാം. നമുക്കൊക്കെ പരിചയമുള്ള ഒരു അധ്യായമാണ് സൂറത്തു ദുഹ. അത് നമുക്ക് ഓതി തരുന്നത് മൗലാന ഖുർത്തീശി റഹ്മത്തുള്ളാഹിയാണ്. ഇതിന്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കുകയും ഒപ്പം ഓതുകയും ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. വിശ്വാസിനികളെ, ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ജീവിതം തരുമ്പോൾ തന്നെ അള്ളാഹു അറിയിച്ചൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യ പിതാവ് ആദം നബിയും ഹവ്വ അലൈഹിസ്സലാമും ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ നിർദ്ദേശിച്ച ഒരു കാര്യമാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക്, മനുഷ്യരെ, നിങ്ങൾക്ക്, ആദമേ, നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഭൂമിയിൽ ഒരു നിശ്ചിത ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ, ഒരു പരിധി വരെ നിങ്ങൾക്ക് അവിടെ താമസിക്കാനും ഭക്ഷണ വിഭവങ്ങളും സുഖവിഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിന്റെ അവസാനത്തിൽ ഇലാഹീൻ എന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ഇലാ ഇൻഖിലാഇ ആജാലിക്കും, നിങ്ങൾക്കും എനിക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അജൽ, ജനിക്കുന്നതിന് മുമ്പേ ഒരു അവധി, ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മരിക്കാൻ ഒരു സമയം. ആ അജല്, നിങ്ങളുടെ അള്ളാഹു നിശ്ചയിച്ച ആ അവധി തീരുന്നത് വരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഈ വിഭവങ്ങളും മറ്റുമൊക്കെ അനുഭവിക്കാമെന്നാണ്. ആ അവധി കഴിഞ്ഞാൽ പരലോകത്തിലേക്ക് മടങ്ങേണ്ടി വരും. അങ്ങനെ ആ അവധി തീരുന്ന സമയമായാൽ കൃത്യമായി തന്നെ മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ വരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു സജദയിൽ അല്ലാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ഖുൽ നബിയെ, മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക, യതവഫാക്ക്, നിങ്ങളെ വഫാത്താക്കുന്നതാണ്, മരണപ്പെടുത്തുന്നതാണ്, മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക്, അല്ലദീ വുക്കില ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതായ മരണത്തിന്റെ മലക്ക് നിങ്ങളെ പൂർണ്ണമായും മരണപ്പെടുത്തുന്നതാണ്. പിന്നീട് നിങ്ങളെല്ലാം നിങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യുന്ന. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ ജീവൻ എടുക്കാൻ സമയമാകുമ്പോൾ നമ്മൾ പരലോകത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിക്കാൻ, ബർസഖിൽ എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പ്രത്യേക ഒരു മലക്കിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മരണത്തെ മറന്നാലും മലക്കുൽ മൗത്ത് മരണത്തെ മറക്കൂല. നമ്മൾ എന്ന് മരിക്കണമെന്ന് നമ്മൾ മറന്നു.
നമ്മുടെ മുന്നിൽ ഒരു മരണമുണ്ട്. എപ്പോഴാ മരണം മുന്നിൽ കണ്ട് ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദുനിയാവിന്റെ സുഖത്തിനിടയിൽ പലതും മറക്കുകയാണ്. അള്ളാഹു നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഓരോ മുന്നറിയിപ്പുകൾ തരും, അല്ല ഒരു വാണിംഗ് തരും. നിങ്ങൾ പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളുമായി നടക്കുന്നു, പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും നടന്നുകൊള്ളുന്നില്ല. പെട്ടെന്നായിരിക്കാം അപ്രതീക്ഷിതമായി മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് തന്നില്ലേ? ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു. പറന്ന് ടേക്ക് ഓഫിന് ശേഷം 30 സെക്കൻഡ് കൊണ്ട് 625 അടി ഉയരത്തിൽ വെച്ചത് പൊട്ടിത്തെറിച്ചു. ഒരാളൊഴികെ ബാക്കി എല്ലാവരും 230 യാത്രക്കാരും 12 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു. ജനവാസ മേഖലയിലേക്കാണ് വീണത്. ആലോചിച്ച് നോക്കണം. ശരിക്ക് ആ ടേക്ക് ഓഫ് ചെയ്ത് വിമാനം ഇങ്ങനെ പറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ സെൽഫി എടുത്ത ആൾക്കാരുണ്ട്. വെള്ളിയാഴ്ച പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ ആ സെൽഫി എടുത്ത ആൾക്കാര്? ചില ബ്രിട്ടീഷ് പൗരന്മാര് ഞങ്ങളുടെ ഇന്ത്യയിലെ അവസാനത്തെ ട്രിപ്പാണ് എന്ന് പറഞ്ഞിട്ട് അവർ എയർപോർട്ടിൽ ഗേറ്റ് പാസിൽ നിന്നുകൊണ്ട് അവർ വീഡിയോ എടുത്തു വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ വൈറലായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ചൊക്കെ പലരും മക്കളെ കാണാൻ പോയവരുണ്ട്. എന്തെല്ലാം ആശകളും എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടാ അവർ ഉയർന്നത്. പക്ഷേ ആ ആശയും പ്രതീക്ഷയും ഒന്നും നടന്നില്ല. മരിക്കാൻ സമയമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കേണ്ട സ്ഥലത്തേക്ക് സമയത്തെത്തിച്ചുകൊണ്ട് നമ്മൾ മരണപ്പെടുത്തും. മലക്കുൽ മൗത്ത് കൃത്യമായി നമ്മുടെ അടുക്കലേക്ക് വരും. നമ്മൾ മറന്നാലും മരണം നമ്മളെ മറക്കില്ല, പോകേണ്ടി വരും. നോക്കണേ, ആ സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം അവസാനിപ്പിച്ച് ഇതുപോലെ നമ്മളും ഭൂമിയിൽ ചേതനയറ്റവരായി വീഴുമെന്ന് എപ്പോഴും ഓർത്ത് ജീവിക്കണം. പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ, പാപം ചെയ്ത് കൂട്ടി നടന്നിടല്ലേ, അഹങ്കാരികളായി മതിച്ചിടല്ലേ, മരണം വരും തീർച്ച ഒരുങ്ങിയിട്ടില്ലേ, മലക്കുൽ മൗത്തരികിൽ സമീപിക്കുമ്പോൾ മനുജൻ ഭയപ്പാടിൽ ഉരുകിടുന്നു, കണങ്കാലുകൾ കൂടി പിരിയും മന്ത്രിക്കുവതാരെന്നുരക്കും നേരം, ആരും സഹായിക്കാൻ അവിടെയില്ല, ആർക്കും സഹായിക്കാൻ കഴിയുകില്ല, മൗത്തിൻ സക്കറാത്ത് ഒഴിയുകില്ല, ഓർത്തോ ഭഗവാന്റെ മൊഴി മുത്തല്ലേ, മരണസമയത്ത് കലിമ ചൊല്ലാൻ റബ്ബിൻ തൃപ്തി നേടി സുവർഗം പോകാം, സലാം സലാം എന്ന് വരവേൽക്കുവാൻ എന്ത് ചെയ്തു നമ്മൾ സഹോദരരെ, നാഥൻ നമുക്കായി കനിഞ്ഞു തന്ന ശാന്തി മതത്തിൻ സൽസരണി തേടി വരിക്കാം നമുക്കെല്ലാം ഒരു സൽമരണം, തൗഫീഖ് അരുളണേ സുബ്ഹാനല്ലാഹ്. പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ, പാപം ചെയ്ത് കൂട്ടി നടന്നിടല്ലേ, അഹങ്കാരികളായി മതിച്ചിടല്ലേ, മരണം വരും തീർച്ച ഒരുങ്ങിയിട്ടില്ലേ. ഭൂമിയുടെ പടിയിറങ്ങി പരലോകത്തിന്റെ പടികൾ കയറേണ്ടി വരും. അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചത് എപ്പോഴും മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കാനാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയുക. നമ്മുടെ മരണം എന്ന് പറയുമ്പോൾ
ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവൻ സാധ്യമാക്കി തരുന്ന എങ്ങനെയാണ് തിരിച്ചറിയണം. കാണുന്നൊരു ശരീരവും ഇതിൽ കാണാത്ത റൂഹിന്റെ ബന്ധവുമാണ് ഈ ഭൂമിയിലെ ജീവിതം. മരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ശരീരത്തിൽ നിന്ന് കാണാത്ത റൂഹിന്റെ ബന്ധത്തെ മുറിക്കലാണ്, അതിന് മാറ്റലാണ്, പറിച്ചു മാറ്റി ഇപ്പോൾ ഈ ശരീരത്തിൽ പാർക്കുന്ന ഈ റൂഹിനെ ഇതിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടലാണ് മരണം. മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. ശരിക്ക് നമ്മളൊക്കെ ചത്തുപോയി എന്ന് പറയാറില്ലേ? ചത്തുപോയി, ശരിക്ക് സത്തുപോയി എന്നാണ്. നമ്മൾ ഒരു വസ്തുവിന്റെ സത്ത് കേട്ടില്ല? സത്ത്, അതിന്റെ ആ സത്ത് എന്ന് പറയില്ലേ? ശരിക്ക് നമ്മുടെ സത്ത് ഉള്ളിലുണ്ട്. സത്ത് ശരിക്ക് റോഹ്, ആ സത്ത് അങ്ങോട്ട് പോയി. സത്ത് ബർസഖിലേക്ക് പോയി. പിന്നെ സത്തില്ലാത്ത റോഹില്ലാത്ത ഇത് വെറും മൃതദേഹം. മൃതദേഹം ഈ ജീവനില്ലാത്ത സത്തില്ലാത്ത സത്ത് പോയി കഴിഞ്ഞാൽ ഈ മൃതദേഹത്തെ ശവം അതിന് മയ്യത്തിനെ ഖബറിലേക്ക് അളിയാനും ചെയ്യാനായിട്ട് ഖബറിലേക്ക് വെക്കും. അതാണ് കഴിഞ്ഞ നമ്മൾ മണ്ണറയിലേക്ക് ഖബറടം വരെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ നോക്കണേ, മയ്യത്ത് റൂഹ് പോയ ശരീരത്തെ, ജീവനില്ലാത്ത മയ്യത്തിനെ മണ്ണിലേക്ക് വെക്കുമ്പോ റൂഹ് ബർസഖിലേക്ക്, ബർസഖ് എന്ന ലോകത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളതാണ്. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. സൂറത്തുൽ മുഅ്മിനൂനിൽ മരണപ്പെട്ട ആൾക്കാരുടെ വിഷയം പറഞ്ഞിട്ട് പറയാണ്, വമിൻ വറാഇഹിം, അതിന് പിറകെ മരണത്തിന് ശേഷമുണ്ട്, ബർസഖുൻ, ഒരു മറഞ്ഞ ജീവിതം, ബർസഖുണ്ട്, ഇലാ യൗമി യുബ്അഥൂൻ, അവരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ ഒരു മറഞ്ഞ ലോകം, ഒരു ബർസഖിലാണെന്നാ പറഞ്ഞത്. ബർസഖ്. അപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞാൽ റൂഹുകൾ പാർക്കുന്ന ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം, ആലമുൽ ബർസഖ്, ബർസഖിയായ ലോകം, ദാറുൽ ബർസഖ്, ബർസഖിയായ ഭവനം എന്നൊക്കെ പറയും. ശരിക്ക് ബർസഖ് എന്ന് വെച്ചാൽ ശരിക്കും അതിന്റെ അർത്ഥം ഇതാണ്. ഇന്നൽ ബർസഖ ഫിൽ ലുഗ, ഭാഷയിൽ, അറബി ഭാഷയിൽ ബർസഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഉദ്ദേശം ഹാജിസുൻ ബൈന ഷൈഅൈനി, രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഒരു മറയ്ക്കാണ് എന്ത് പറയുക? ബർസഖ് എന്ന് പറയുക. രണ്ട് വസ്തു. ഇപ്പൊ നമ്മള് ഈ മതില്, ഇതൊരു മറയാണ്. പുറത്തുള്ളവർക്ക് നമ്മളെയും കാണാൻ പറ്റൂല, നമുക്ക് പുറത്തുള്ളവരെയും കാണാൻ പറ്റും. ഒരു മറയാണ്. ഇതുപോലെ ഒരു മറഞ്ഞ ഒരു ലോകമാണ് ശരിക്കേത്? ബർസഖ്. ഏതൊക്കെ രണ്ട് വസ്തുക്കളാണ്? നമുക്ക് അതിനെ വിശദീകരിക്കേണ്ട. ഹാജിസുൻ ബൈനൽ മൗതി വൽ ബഅസി, മരണത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും ഇടയിൽ ഒരു മറ. അതുപോലെ തന്നെ മറ്റൊരു അതിന്റെ അർത്ഥം ഹുവമാ ബൈന ദുനിയ വൽ ആഖിറ, ഹുവമാ ബൈന ദുനിയ വൽ ആഖിറ. ഈ ബർസഖ് എന്ന് വെച്ചാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ഒരു മറയാണ്. ഈ ഭൂമിയുടെയും പരലോകത്തിന്റെ ഇടയിലുള്ള ഒരു മറഞ്ഞ ഒരു ലോകത്തുള്ള ഒരു ജീവിത. അത് ഏതു മുതൽ തുടങ്ങും? ഹുവ മിൻ വഖത്തിൽ മൗതി ഇലൽ ബഅസി, മരണസമയം മുതൽ ഈ ബർസഖ് ആരംഭിക്കും. ആ മറഞ്ഞ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഏത് സമയം വരെ? പുനരുജ്ജീവനം വരെ മാത്രം. അപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മറഞ്ഞ ലോകത്തിലേക്ക്, ആ മറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ ആ മറഞ്ഞ ലോകത്താണ് അവന്റെ ആ ജീവിതം, ആ ബർസഖിയായ ജീവിതം, ആ മറഞ്ഞ ലോകത്തെ ജീവിതം തുടരുന്നത് പുനരുജ്ജീവനം വരെ മാത്രമാണ്. അപ്പോ ഉറപ്പായും നമ്മളിൽ നിന്ന് ഒരു മറഞ്ഞ ലോകമാണത്, മറഞ്ഞ ലോകം. ഇപ്പോ പലപ്പോഴും ഇന്ന് കാണാത്തതിനൊക്കെ നിഷേധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. കാണാത്തതിനൊക്കെ നിഷേധിക്കുക, ബർസഖ് ഇല്ല. ഇപ്പോ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിട്ട് ഏകദേശം ഒരു 300 അല്ലേ 400 കൊല്ലം ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഒരു 500 കൊല്ലം മുമ്പ് ജീവിച്ച ആളുകൾക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിലും നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ഒരുപാട് സൂക്ഷ്മ ജീവികളെ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മളത് വിശ്വസിക്കുന്നു, ശരിയല്ലേ? ഒരു 500 കൊല്ലം മുമ്പുള്ള ആളോട് അത് പറഞ്ഞാൽ അവർ നമ്മൾ ചർച്ച ചെയ്യണം. ഇവിടെയൊക്കെ സൂക്ഷ്മ ജീവികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? നിനക്ക് ഭ്രാന്താന്ന് പറയും. അന്നവര് കണ്ടിട്ടില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനൊരു സൂക്ഷ്മ ജീവികൾ, കാണാത്ത സൂക്ഷ്മ ജീവികൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് കണ്ടെത്തി.
ഇപ്പോ മനുഷ്യന് കേൾക്കുന്ന ഒരു കേൾവിക്ക് ഒരു പരിധി, ഇത്ര ഹെഡ്സിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അതിനേക്കാൾ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദം ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് കേൾക്കാത്ത ശബ്ദമൊന്നും ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് കേൾക്കാൻ പറ്റാത്ത നമ്മളെക്കാളും താഴ്ന്ന ഹെഡ്സിലുള്ള ശബ്ദങ്ങൾ ഇവിടെ ഉണ്ട്. അത് ആനകൾക്ക് കേൾക്കാം. 16 ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളൊക്കെ ആനകൾക്ക് കേൾക്കാം. അതിനേക്കാളും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഡോൾഫിനുകൾക്ക് കേൾക്കാം. നമുക്ക് കേൾക്കാൻ പറ്റൂല. ഒരു പരിധിക്ക് മുകളിലെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ, താഴ്ന്ന ശബ്ദങ്ങളും മുകളിലെ ശബ്ദങ്ങളും ഉണ്ട്. അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല, അതുണ്ട്. അതുപോലെയാണ് ഓരോന്നും. അപ്പോ ശരിക്ക് ഈ ഭൂമിയിൽ ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുക എങ്ങനെ ഉണ്ടാവും, ആ ആലമുൽ ബർസഖ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഏതുപോലെ ഇതിനു മുമ്പുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ. ഏതാ ജീവിതം? ഉമ്മയുടെ ഗർഭപാത്രം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ്. ആലോചിക്കുക, ഭൂമിയിലെ ജീവിതം എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ചാൽ ആ കുഞ്ഞിന് എങ്ങനെയും മനസ്സിലാവോ? മനസ്സിലാവൂല. ഇവിടെ വരണം. ഇപ്പോ ഗർഭപാത്രത്തിൽ ചില സമയത്തൊക്കെ ടിൻസ് ഉണ്ടാവണം. ടിൻസായ കുഞ്ഞുങ്ങൾ അല്ലേ, ഉണ്ടാവൂലേ? അപ്പൊ ഒരു ഗർഭപാത്രത്തിൽ 2 ഇരട്ടകൾ. അപ്പോ നമ്പർ 1, നമ്പർ 2 കേട്ടോ. കുട്ടി 1, കുട്ടി 2. അപ്പൊ ഒന്നാമത്തെ കുട്ടി പറയുന്നത് രണ്ടാമത്തെ കുട്ടിയോട് ഗർഭപാത്രത്തിൽ അവർ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതം ഇത് മാത്രം, ഇതിനു ശേഷം ഒരു ജീവിതമില്ല, ഭൂമി എന്നൊരു ജീവിതമല്ല എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി അല്ലടാ, ഉണ്ട്, നമുക്ക് ഇതിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അവര് ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഏതാ ശരി? രണ്ടാമത്തെ കുട്ടി പറഞ്ഞതാ. ഒന്നാമത്തെ കുട്ടി പറഞ്ഞു മണ്ടത്തര. അങ്ങനെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിന്റെ ചില അവയവങ്ങളൊക്കെ അതിനുശേഷമുള്ള ഒരു ജീവിതമുണ്ടെന്നും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനാണെന്ന് സൂചനല്ലേ. ഇപ്പൊ കുഞ്ഞിന് വായുണ്ട്, മൂക്കുണ്ട്, പക്ഷെ വായ കൊണ്ട് കുഞ്ഞ് ഭക്ഷിക്കുവോ? വായ ഭക്ഷിക്കാനാ, കുഞ്ഞു വായ കൊണ്ട് ഭക്ഷിക്കില്ല. മാതാവിന്റെ പൊക്കിൾ കൊടി വഴിയാണ് എന്ത് ചെയ്യുക അല്ലേ, ആ പ്ലാസന്റ് അതിനു വേണ്ട മാതാവ് കഴിക്കുന്ന ആഹാരം, മാതാവ് ശ്വസിക്കുന്ന ഓക്സിജന് കുഞ്ഞിന് ആവശ്യമുള്ള രൂപത്തിൽ അതിന് കൺവേർട്ട് ചെയ്ത് അതിന് എത്തിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പൊ ഈ വായയുടെ ആവശ്യം എന്താ? അവിടക്കല്ല, അതിന് ശേഷമുള്ള ജീവിതത്തിനാ. കുഞ്ഞിന് കാലുണ്ട്, കാല് നടക്കാനല്ലേ, അത് അവിടേക്കല്ല, ഭൂമിയിലേക്ക് പടച്ചതാ. ഇങ്ങനെ ഓരോന്നും. അപ്പോ ആ ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിലിരുന്ന് എങ്ങനെയായിരിക്കും ഭൂമിയിലെ ജീവിതമെന്ന് ആലോചിച്ച് അവിടുത്തെ തീറ്റ കുടി എങ്ങനെയായിരിക്കും അറിയില്ല. അതുപോലെയാണ് ഭൂമിയിലിരുന്ന് എത്ര ആലോചിച്ചാലും ആലമുൽ ബർസഖ്, ബർസഖിയായ ലോകം എങ്ങനെയായിരിക്കും എന്നറിയില്ല. ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ കിതാബും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണോ നമ്മൾ അറിയിച്ചത് ആ സത്യം, ആ ലോകത്തെ പഠിച്ച അള്ളാഹും അതുപോലെ തന്നെ അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത് മാത്രമാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് അതേപോലെ വിശ്വസിക്കല. ശരിക്ക് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണുള്ളത്. ഈമാൻ കാര്യം ശരിക്ക് ഈമാൻ എന്ന് പറയുമ്പോൾ കാണാതെ വിശ്വസിക്കല ഈമാൻ, ഗൈബിയായതിൽ വിശ്വസിക്കല ഈമാൻ. കണ്ടാൽ ആരും വിശ്വസിക്കൂലേ, കാണട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾ കാണാതെ ബിൽ ഗൈബി, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞ കാണാതെ വിശ്വസിക്കണം എന്ന്. അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ലോകത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കും. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുക, മരിച്ചവരെല്ലാം, എല്ലാ മരിച്ചവരുടെ ആത്മാക്കളും ബർസഖിലേക്ക് പ്രവേശിക്കും. ഇപ്പോ ഇതുപോലെ വെച്ചാല് ഒരു ഒരു സഹോദരി പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞോളെ. ബർസഖായത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഒരു സഹോദരി പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്, അതന്നെ, ഒരു കുഞ്ഞിന്റെ ഭൗതിക ജീവിതം ആരംഭിച്ചു എന്നല്ലേ. ഒരാൾ മരിച്ചു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അയാളുടെ ബർസഖ് ആരംഭിച്ചു എന്ന, ബർസഖിലേക്ക് ജനിച്ചു എന്ന, ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയും ബർസഖ് ആരംഭിച്ചു എന്ന്. ബർസഖിലേക്ക് ഒരാൾ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബർസഖ്, ഖബർ, പരലോകത്തിലേക്കുള്ള ആദ്യ വീടാണെന്നുള്ള ഹദീസുകൾ കേട്ടിട്ടില്ലേ അല്ലെ? ഈ ഭൂമിയിലേക്ക് മുമ്പുള്ള ആദ്യ വീട് ഏതാ? ഈ ഭൂമിക്ക് മുമ്പുള്ള ആദ്യത്തെ വീട് ഏതാ?
ഒരു സഹോദരി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ പണി തുടങ്ങി എന്നല്ലേ? അല്ലേ? അപ്പോൾ ഒരാൾ ബർസഖിലെത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരലോകത്തിലേക്കുള്ള ആദ്യ വീട് എന്നല്ലേ പറഞ്ഞത്? എന്ന് വെച്ചാൽ ഒരാൾ ബർസഖിലെത്തി, ഖബറിലെത്തി എന്ന് പറഞ്ഞാൽ അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ പണി തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഉറപ്പായും ഹക്കായും ഞാനും നിങ്ങളൊക്കെ ആ ബർസഖിലെത്തും. അങ്ങനെ ബർസഖിൽ എത്തിക്കഴിഞ്ഞാൽ മുഅ്മിനായിക്കോട്ടെ കാഫിർ ആയിക്കോട്ടെ എല്ലാ മനുഷ്യരും കോമണായി അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും അനുഭവിക്കും. അത് മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും ഒക്കെ അനുഭവിക്കും. കോമണായി അനുഭവിക്കുന്നതാണ്. ഒന്ന്, ഇരുട്ടായിരിക്കും. രണ്ട്, ആ ഖബറിനൊരു വല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരു ഞെരുക്കമുണ്ടാവും. ഈ ഇരുട്ട് മാറി വെളിച്ചവും ഞെരുക്കം മാറി വിശാലത കിട്ടണമെങ്കിൽ ആ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് കൃത്യമായും മറുപടി കൊടുക്കണം. ആ മറുപടി കൊടുക്കാനുള്ള പരീക്ഷ എഴുത്താണ് ഇപ്പം നടക്കുന്നത്. ഈമാനും അമലും പ്രവർത്തിച്ചുകൊണ്ട് അത് ചെയ്തവർക്ക് കൃത്യമായ ആ എക്സാം പാസ്സാകാം. ഇപ്പൊ പഠിക്കണ്ടേ? പരീക്ഷാ ഹാളിൽ ചെന്ന് പഠിക്കാൻ പറ്റൂലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ടീച്ചറെ ഈ ഉത്തരം ഒന്ന് ഞാൻ പഠിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതിനു മുമ്പേ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാ നന്നായി എക്സാം എഴുതാം. ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഈമാനും അമലും വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പൊ നന്നായി എക്സാം എഴുതാം. നോക്കണേ, എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ ആയ അവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിൽ ഖബരി വഖ്ത, നിശ്ചയമായി ഖബറിന് വല്ലാത്തൊരു ഞെരുക്കലുണ്ട്. ആ ഖബറിന്റെ ഒരു ഞെരുക്കലിൽ നിന്ന് ലൗകാന അഹദുൻ നാജിയൻ മിൻഹാ നജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്, ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ ആ വാക്ക് ഇവിടെ ഈ ഖബറിന്റെ ഞെരുക്കലിന് പല വിശദീകരണങ്ങളാണ് പണ്ഡിതന്മാർ പറയണത്. അപ്പോ മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ടവരാ നമ്മൾ. ഒരുപാട് കാലം മറഞ്ഞിരുന്ന ശേഷം പ്രിയപ്പെട്ട ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലിംഗനം ചെയ്യുക. നിങ്ങളുടെ കുട്ടി 3 കൊല്ലം UK പോയി, അല്ലെങ്കിൽ കാനഡയിൽ പോയി, അവസാനം തിരിച്ചു വന്നു. വാപ്പാരും നിങ്ങളൊക്കെ എങ്ങനെ കെട്ടിപ്പിടിക്കുക? ലൂസായിട്ടല്ല, ഒന്ന് അങ്ങോട്ട് പിടിക്കുക. അതൊരു സ്നേഹത്തിന്റെ കെട്ടിപ്പിടുത്ത ആലിംഗനമാണ്. മുഅ്മിനീങ്ങൾക്ക് ഈ വഖത്ത എന്നുള്ളത് ആ മണ്ണറ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാരിപ്പുണരലാണെന്ന് പറയുന്നത്. കാഫിരീങ്ങൾക്ക് അത് അദാബോ. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ പേര് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുന്ന. ആരാ സഅദ് ഇബ്നു മുആദ് അറിയോ? പരലോകത്തിലേക്ക് ആരും കൊതിക്കുന്ന സുന്ദരമായൊരു സ്വീകരണം ലഭിച്ച മഹാനായ ഒരു സ്വഹാബിയനാര്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഖന്തക്ക് യുദ്ധത്തിലാണ് ഒരു അമ്പേറ്റിട്ട് അദ്ദേഹത്തിന്റെ പ്രധാന നരമ്പ് മുറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ അടുത്ത് ടെന്റ് കെട്ടി പ്രത്യേകം ചികിത്സിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സിക്കുന്ന ടെന്റിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. നബിക്ക് മനസ്സിലായി മരണത്തോടടുത്തു എന്ന്. നബി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നിന്റെ ദാസനാണ്, നിന്റെ പടികൾ കയറി വരുന്നു. അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നിന്നെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ റസൂലിനെ സത്യപ്പെടുത്തിയ ഒരു മാന്യദേഹമാണ്, നന്നായി സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം മരണവെപ്രാളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തലങ്ങനെ ഉയർത്താൻ ആരെയോ നോക്കുന്നതായി നബിക്ക് തോന്നി. അപ്പൊ നബിക്ക് മനസ്സിലായി, ഈ ഭൂമിയിൽ കണ്ണടയുമ്പോ എൻ്റെ അവസാന കാഴ്ച നബിന്റെ മുഖം കണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നബിക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് കാണുന്നത് പോലെ, നബിന്റെ മുഖം കാണുന്നത് പോലെ സഅദ് ഇബ്നു മുആദിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു കൊടുത്തു. അവസാനം ഇങ്ങനെ കണ്ണടയുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് തൊട്ട് മുമ്പ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ കണ്ണടച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട ശേഷമാണ് അദ്ദേഹത്തിന് പരലോകത്തിലേക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത്. ആ മയ്യത്ത് കാണിച്ചു കൊടുത്തിട്ട് നബി പറഞ്ഞു, ഇത് സ്വാലിഹായ അള്ളാഹുവിന്റെ ഒരു ദാസൻ. ഇഹ്തസ്സൽ അർശ് ലിമൗതി സഅദ് ഇബ്നു മുആദ് മിൻ ഫറഹി റബ്ബി അസ്സ വജല്ല. സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് പരലോകത്തിലേക്ക് കയറുമ്പോ സഅദ് ഇബ്നു മുആദിനോടുള്ള അള്ളാഹുവിനോടുള്ള സന്തോഷാധിക്യത്താൽ അള്ളാഹുവിന്റെ അർശ് വിറച്ചു. അള്ളാഹു അർശിന്റെ മുകളിലാണ്.
സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് പരലോകത്തിന്റെ പടികൾ കയറുന്ന കണ്ടപ്പോ അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷം. ഫറഹ് റബ്ബ്, സന്തോഷം പ്രകടിപ്പിച്ചപ്പോ അതിന്റെ അള്ളാഹുവിന്റെ അർശൊന്നിങ്ങനെ വിറച്ചു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇത് സ്വാലിഹായ ദാസൻ, ഇദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവിനെ പരലോകത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ അന്നേര ഭൂമിയിലേക്ക് ഇറങ്ങാത്ത 70,000 മലക്കുകളാണ് അത്രേ ഇറങ്ങി വന്നത്. ഈ ജനാസ കൊണ്ടുപോകുമ്പോഴാണ് നബി തള്ളവരിൽ നെരിങ്ങി നടന്ന സംഭവം ഓർമ്മയുണ്ടോ? അത് ഈ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. മലക്കുകളുടെ തിരക്ക് കാരണത്താൽ നബിക്ക് നടക്കാൻ സ്ഥലം കിട്ടിയില്ല. നിങ്ങള് ആ മഹാൻ, ഇത്രയും നല്ല സ്വീകരണം ലഭിച്ച മഹാനാണ് ഖബറിൽ എന്ത് ചെയ്തത്? നേരത്തെ പറഞ്ഞില്ലേ, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആര് വരെ രക്ഷപ്പെട്ടിട്ടില്ല? സഅദ് ഇബ്നു മുആദ് അടക്കം രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരുടെയും ഖബറടക്കം കഴിഞ്ഞാൽ നമ്മൾ തസ്ബീത്താ ചെല്ലുക അല്ലേ, ഇസ്തിഗ്ഫാറിന് തേടുകയല്ലേ ചെയ്യുക. പക്ഷേ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറടക്കം കഴിഞ്ഞപ്പോ പതിവില്ലാതെ ഒരു ജനാസക്ക് വേണ്ടിയും പറയാത്ത ചില വാക്കുകൾ നബി പറഞ്ഞു. വേറൊരു ജനാസക്ക് അതിന് മുമ്പോ അതിന് ശേഷോ ജനാസ ഖബറടക്കുന്ന സമയത്ത് ഒരു അതിശയം, ഒരു അത്ഭുതം, ഭീതിയോ ബേജാറോട് കൂടി എന്തെങ്കിലും കാണുമ്പോ സുബ്ഹാനല്ലാഹ്, കുറച്ചൊന്നല്ല കേട്ടോ, ഇതാ നോങ്ങനെ ജാബിർ അള്ളാഹിന് പറയണ്, നോങ്ങനെ ലമ്മാ ദുഫിന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു ഖബറടക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന്, ഞങ്ങൾ നബിന്റെ കൂടെ ഉണ്ടായിരുന്നു, സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സുബ്ഹാനല്ലാഹ് അതിശയത്തോടെ, എന്തോ ഒരു പ്രയാസത്തോടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. നബി പറഞ്ഞപ്പോഴോ ഞങ്ങളും ഫസബ്ബഹന്നാസു മഅഹു ത്വീലൻ, കുറച്ചല്ല കേട്ടോ, കുറച്ചല്ല, ത്വീലൻ, കുറെ ദീർഘസമയം നബി ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പൊ ജനങ്ങളും സുബ്ഹാനല്ലാഹ്. എന്തിനാണ് നബി സുബ്ഹാനല്ലാഹ് പറഞ്ഞത് എന്ന് സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല. നബി ചൊല്ലി, അതുകൊണ്ട് ചൊല്ലി. കുറെ നേരം സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞ ശേഷം ثم كبر, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്തിന്റെ വാക്കാ? അല്ലാഹു അക്ബർ എപ്പോഴാ പറയാ? വിജയഭേരി, സന്തോഷം വരുമ്പോ പറയുന്ന വാക്കല്ലേ. പെരുന്നാളിന് സന്തോഷത്തോടെ പോവുക, ആ സന്തോഷ. അപ്പൊ നബി തക്ബീർ ചൊല്ലി. അപ്പോഴോ ജനങ്ങളും കൂടെ തക്ബീർ ചൊല്ലി തിരിച്ചു വരികയാണ്. അപ്പൊ നബിനോട് ചോദിച്ചു, നബിയെ എന്തിനാ നിങ്ങള് ഏത് ജനാസക്കും ചെല്ലാറില്ല, സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലാറില്ല, പക്ഷേ എന്തേ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയത്? അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് തലായഖ അലാ ഹാദ റജുലി സ്വാലിഹ് ഖബറുഹു, ഈ സ്വാലിഹായ മനുഷ്യന്റെ ഖബർ അദ്ദേഹത്തെ ഞെരുക്കി. അത് നബിക്ക് മനസ്സിലായി. അപ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഖബറിൽ ഞെരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ നബിക്ക് എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഹത്താ ഫറജല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അള്ളാഹു വിടുതൽ കൊടുക്കുന്നത് വരെ സുബ്ഹാനല്ലാഹ് ചൊല്ലി. വിടുതൽ കൊടുത്തു, ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഖബർ വിശാലായി. അപ്പോഴാണ് നബി എന്തു ചൊല്ലിയത്? അല്ലാഹു അക്ബർ. നിങ്ങൾ ആലോചിക്കും, നമ്മളും അവരൊക്കെ എങ്ങനത്തെ സ്വീകരണം കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അത്രയും നല്ല സ്വീകരണം കിട്ടിയ അവർ, അവരുടെ അവസ്ഥയെ ഖബറിൽ ഞാനും നിങ്ങൾ പോയാൽ ആ ഖബറിന്റെ ഞെരുക്കത്തിനൊരു വിടുതൽ ഉണ്ടാവോ? അതോ ആ ശിക്ഷ ഒടുങ്ങാതെ അദാബിന്റെ കലവറയായി തുടരുമോ? ആലോചിക്കും, മനസ്സിനെ ചോദിക്കും, മാതാ ആദത്തലിൽ ഖബരി, ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടാൻ, അവിടുത്തെ പ്രയാസത്തിന് വിടുതൽ ലഭിക്കാൻ, മോചനം ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ നീ എന്തു ചെയ്തു മനുഷ്യ എന്ന് സ്വയം മനസ്സിനോടൊന്ന് ചോദിക്കും. അങ്ങനെ ആ ആലമുൽ ബർസഖിലേക്ക് ഒരുങ്ങാതിരുന്നാൽ പ്രയാസാട്ടോ. ഈ ആലമുൽ ബർസഖ്, ആ മറഞ്ഞ ലോകത്തിലേക്ക് 2 തരത്തിൽ പ്രയാണം നടത്തുന്ന, യാത്ര പോകുന്ന ആൾക്കാരുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ വെച്ച് ഹൃദയം കൊണ്ട് ശക്തമായി ഈമാൻ വളർത്തിയെടുക്കുകയും ഹൃദയം കൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും മറഞ്ഞ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ സത്യപ്പെടുത്തി, അതുപോലെ തന്നെ മനസ്സുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അമലുകൾ ചെയ്ത് സത്യപ്പെടുത്തുകയും ചെയ്തു. ഈമാനും അമലും സംഭരിച്ച, നല്ല ഈമാനും അമലുകളുമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള മുഅ്മിനീങ്ങളുടെ യാത്രയാണ്. അവരുടെ യാത്ര നല്ല സുഖകരമായൊരു യാത്രയാണ്. ബർസഖിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നോക്കണേ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഭൂമിയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു, നബി ഹദീസിൽ പറയുന്നു. പക്ഷെ പരലോകത്ത് എത്തിയിട്ടില്ല. ഇൻഖതാഅ മിന ദുനിയാ വ ഇഖ്ബാലു മിനൽ ആഖിറ, ഭൂമിയായിട്ടുള്ള കണക്ഷനൊക്കെ മുറിഞ്ഞു.
പക്ഷെ പരലോകത്തെ ഫേസ് ചെയ്യുന്ന അതാ സക്കറാത്തിന്റെ ഹാല്. ആ സക്കറാത്തിന്റെ അവസ്ഥയാണ് ആ പറയുന്നത്. പരലോകത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവരിലേക്ക് ആര് വരും? നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ ബീദുൽ വുജൂഹ് കഅന്ന വുജൂഹുഹും അശ്ശംസ്. ഈ സ്വാലിഹായ മുഅ്മിനായ മനുഷ്യന്റെ അടുക്കലേക്ക് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖഭാവമുള്ള തിളങ്ങുന്ന മുഖമുള്ള മലക്കുകൾ ഇറങ്ങി വരും. റഹ്മത്തിന്റെ മലക്കുകൾ. അവരെ കാണാൻ ഭയങ്കര ചന്തമാണ്. ഓ, നമ്മൾ ഇന്നൊരു ദൃശ്യലോകത്താണല്ലോ ജീവിക്കുന്നത്, അല്ലേ? അല്ലേ? എല്ലാം ദൃശ്യമയമാണ്, അല്ലേ? നമ്മൾ സുന്ദരമായ ദൃശ്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. കണ്ടാൽ എത്ര നേരം വേണമെങ്കിലും എന്ത് ചെയ്യും? അവിടെ സമയം ചെലവഴിക്കും. ഈ മനുഷ്യൻ വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. അപ്പൊ ഈ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ യാത്രയിൽ ഈ മനുഷ്യന് ലഭിക്കുന്ന ഒന്നാമത്തെ സന്തോഷം എന്താ അറിയോ? ഒന്നാമത്തെ സന്തോഷം ഈ റഹ്മത്തിന് മലക്കളുടെ ചന്തം കാണുക എന്നുള്ള. ശരിക്കും ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യന്റെ ചുറ്റും കൺവട്ടത്ത് നിൽക്കുന്നവർ, കൺവട്ടത്ത് എന്ന് വെച്ചാൽ കാണുന്ന ഭാഗത്തൊക്കെ ഈ റഹ്മത്തിന് മലക്കുകളായിരിക്കും. സന്തോഷമായി, ഹാപ്പിയായി, നല്ല ചന്ത, രസ കാണാൻ. അങ്ങനെ അവരുടെ കയ്യിലേക്ക് നോക്കുമ്പോഴോ രണ്ടാമത്തെ സന്തോഷം എന്താ? മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന. സ്വർഗത്തിലെ വസ്ത്രം ഇവരുടെ കയ്യിലുണ്ട്. ഈ റൂഹിനെ ധരിപ്പിക്കാനാ. സന്തോഷായി, സ്വർഗവസ്ത്രം കിട്ടാൻ പോകുകയാണ്. മൂന്നാമത്തെ സന്തോഷമോ അവരുടെ കയ്യിൽ ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന. സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുണ്ട്. എന്താ അതിന്റെ അർത്ഥം? എന്താ? സ്വർഗത്തിലെ സുഗന്ധം എത്രയോ ആയിരക്കണക്കിന് ദൂരത്തേക്ക് കമകമാന്ന് അടിച്ചു വീശും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ? ഈ മനുഷ്യന് മരിക്കണതിന് മുമ്പേ സ്വർഗത്തിന്റെ സുഗന്ധം ലഭിച്ചു. ഉറപ്പിച്ചു, ഞാൻ എന്റെ യാത്ര സ്വർഗത്തിലേക്കാ. അങ്ങനെ ഇവര് ഈ സന്തോഷ കാഴ്ചകൾ ഒരുക്കിയിട്ട് ഈ മനുഷ്യന്റെ കൺവട്ട് വന്നിങ്ങനെ ഇരിക്കും. ഇവരൊന്നുമല്ല റൂഹനെ പിടിക്കുക. റൂഹനെ വെൽക്കം ചെയ്യണം. വെൽക്കം സ്പീച്ച് ഉണ്ടാകണം. അപ്പൊ നമ്മൾ പരിപാടി തോറും വെൽക്കം സ്പീച്ച് ഉണ്ടാവില്ലേ? ഇത് അകമ്പടി മലക്കുകളാ. മലക്കുൽ മൗത്ത് വരണം. പിന്നാലെ ആര് വരും? മലക്കുൽ മൗത്ത് വരും. സുന്ദര രൂപത്തിലാ വരിക. ഭയപ്പെടുത്തുന്ന ഒന്നുമില്ല. സുന്ദരമായ ശബ്ദത്തോടു കൂടിയാ വരിക. മലക്കുൽ മൗത്ത് വന്ന് ഈ മനുഷ്യന്റെ തലഭാഗത്തിരിക്കും. തലഭാഗത്തിരുന്നിട്ട് നോക്കണേ, ആദ്യം അള്ളാഹു നിന്നോട് സലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്ര സന്തോഷാണ് മുഅ്മിനീങ്ങളുടെ മരണം. അള്ളാന്റെ സലാം മലക്കുൽ മൗത്തിന്റെ കൈവശം നേരിട്ട് ലഭിക്കുന്ന വളരെ സുന്ദരമായൊരു സാഹചര്യമാണ് ഈ മരണം എന്നുള്ളത്. നമ്മൾ കേൾക്കുവോ? കേട്ടാൽ അൽഹംദുലില്ലാ. എന്നിട്ട് വിളിക്കും, സർവ്വവിധ ആദരവോടെ വിളിക്കും. യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ പരിശുദ്ധാത്മാവേ. ഇത് ആദരവിന്റെ വിളിയാ. അങ്ങനെ ഉഖ്രിജി, ദാ വെൽക്കം, പോരെ, പുറത്തേക്ക് പോരെ, ഇങ്ങോട്ട് പോരെ. അതാണ് ആദ്യം മലക്കുൽ മൗത്ത് എന്ത് ചെയ്യണം? സ്വാഗതം അരുളണം. സ്വാഗതം സുന്ദരമായ ശബ്ദത്തോടെ മനോഹരമായ വാക്കുകൾ കൊണ്ടാ പറയാ. ഈ റൂഹിന് സന്തോഷം കിട്ടുന്ന വാക്കുകളാ. നിങ്ങൾ എന്നിട്ട് പറഞ്ഞ വാക്കെന്താ? ഉഖ്രിജി, പുറത്തേക്ക് പോരെ, പരലോകത്തിലേക്ക് പോരെ. പരലോകത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഒരുക്കി വെച്ചിട്ട്. ഒന്ന്, ഇതാദ്യം കേട്ടാലേ സൽമരണമാകൂ. ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ്. ഒന്ന്, നിനക്ക് അള്ളാഹുവിന്റെ പാപമോചനുണ്ട്. രണ്ട്, ഒരു ളുവാനി, അള്ളാന്റെ തൃപ്തിയുണ്ട്. അതാണ് സ്വർഗം. സ്വർഗം. സഹോദരങ്ങളെ, മരിക്കുമ്പോ മലക്കുൽ മൗത്ത് ഒന്ന് ചെവിയിൽ ഇതാണ് മന്ത്രിച്ചതെങ്കിൽ അവർക്ക് സൽമരണം, ഇല്ലെങ്കിൽ സൽമരണമല്ല. അങ്ങനെ പല വിശ്വാസികളും മരണത്തോടടുത്തപ്പോ ഈ രണ്ട് സന്തോഷ വാർത്ത കിട്ടിയത് കൊണ്ടായിരിക്കണം ഈ ആശയം വരുന്നൊരു ആയത്തോതാ. ആർക്കെങ്കിലും പരലോകത്ത് നിങ്ങൾക്ക് പാപമോചനമുണ്ട്, അള്ളാന്റെ തൃപ്തിയുണ്ട് എന്ന് വെച്ചാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് വെച്ചാൽ സ്വർഗമുണ്ട്, അജ്റുൻ കബീർ. അതേ ആശയം വരുന്നൊരു ആയത്തുണ്ട് സൂറത്തുൽ മുൽക്ക് 12-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. പാകിസ്ഥാനിലെ ഒരു ദായിയായിരുന്നു അബ്ദുൽ മത്തീൻ അസ്സഗർ. ഇസ്ലാമിക പ്രബോധകന, അഹ്ലെ ഹദീസിന്റെ വലിയ പ്രബോധകന. നമ്മുടെ കേരളമൊക്കെ വിട്ടു കഴിഞ്ഞാൽ സലഫി പ്രസ്ഥാനങ്ങളില്ല, അഹ്ലെ ഹദീസാണ്. തൗഹീദുമായിട്ട് കൊണ്ട് അറിയാലോ. അപ്പൊ പാകിസ്ഥാനിലെ അഹ്ലെ ഹദീസിന്റെ വലിയ പണ്ഡിതനാണ് അബ്ദുൽ മത്തീൻ അസ്സഗർ. അദ്ദേഹം ഇതുപോലൊരു സദസ്സിൽ സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ഫളായിലു സ്വഹാബത്തിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മരണം വന്നത്. അപ്പൊ അദ്ദേഹം വിഷയം നിർത്തിയിട്ട് പെട്ടെന്ന് അദ്ദേഹം മരണത്തിലേക്ക് വീഴുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ ശബ്ദം. അവിടെ എഴുതിയിട്ടുണ്ട്, ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ പറയാനില്ല, മരണത്തിലേക്ക് വീണു.
അവർക്ക് പാപമോചനമുണ്ട്, വലിയ പ്രതിഫലം എന്ന് വെച്ചാൽ അള്ളാന്റെ തൃപ്തി, സ്വർഗമുണ്ട് എന്നാണ്. ഒരു വേള ഇത് കേട്ടിരിക്കണം. അത് ഏറ്റു പറഞ്ഞതായി ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിലേക്ക് ഗുണം കിട്ടുന്ന അവസാനത്തെ സന്ദേശവും നമുക്ക് തന്നിട്ട് പോകുക എന്നുള്ളതാണ് ഒരു പ്രബോധകന്റെ ഏറ്റവും വലിയ കടമ. അത് അദ്ദേഹം നിർവഹിക്കുന്നു. നമുക്ക് ഇതുപോലെ മലക്കുൽ മൗത്ത് ചെവിയിൽ വന്ന് അള്ളാന്റെ പാപമോചനത്തിലേക്ക് പോരെ, അള്ളാന്റെ തൃപ്തിയിലേക്ക് പോരെ എന്ന ശബ്ദം കേട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാവട്ടെ നമ്മുടെ മരണം. की और परहेजगारी में उनका इम्तिहान लिया और फरमाया, रब्बुल आलमीन ने लहुम मग़फ़िरतुन लहुम मग़फ़िरतुन അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ആ വാക്കുണ്ട് ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീറാണ്, വലിയ പ്രതിഫലം. ഐ അൽ ജന്ന എന്ന് വെച്ചാൽ സ്വർഗം എന്നാ. പക്ഷെ കബീർ പറയാൻ ഇല്ല, മരണത്തിലേക്ക് വീണു. ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എങ്ങനെ മരിക്കുകയാണെങ്കിലും അല്ലെ, ആ വിമാനാപകടം അല്ലെ, അന്തരീക്ഷത്തിൽ 1000 ഡിഗ്രിയാണ് അന്ന് എത്തിപ്പെട്ടത്. ഇമാതിരി ചൂടാ, നിങ്ങൾ ആലോചിക്കണം. ആണല്ലോ, എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും മലക്കുൽ മൗത്ത് വന്ന് ചെവിയിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് പോരെ പരിശുദ്ധാത്മാവേ, അള്ളാന്റെ തൃപ്തി, ഇതാ സ്വർഗം കണ്ടോ എന്ന് പറഞ്ഞ് സ്വർഗം ഇങ്ങനെ വിരുത്തി കാണിച്ചിട്ട് കൊടുക്കും അത്രേ. അപ്പൊ ഈ റൂഹ് എന്ത് ചെയ്യത്രേ, കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ സുന്ദരമായി റൂഹ് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നതാണ് വാക്ക്. ശരിക്ക് ഇവിടെ പറഞ്ഞ വാക്ക് ഈ സാല യസീലു എന്നതിന് മറ്റൊരർത്ഥമുണ്ട്. കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നതിന് മാത്രമല്ല പറയാ, ഈ തേനറയിൽ നിന്ന് തേന് പുറത്തേക്ക് പൊട്ടി ഒഴുകുമ്പോഴുള്ളൊരു ഒരു കാഴ്ചല്ലേ, മധുരമുള്ള തേനറയിൽ നിന്ന് ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ അല്പാൽപമായിട്ട് ഉറ്റി വീഴിൽ ഒഴുകി വരില്ലേ, അതിനും ഈ വാക്ക് പറയും. അപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ ബർസഖിലേക്കുള്ള പ്രയാണം എങ്ങനെയാണ്? തേനറയിൽ നിന്ന് മധുരമുള്ള തേൻ പുറത്തേക്ക് ഒഴുകുന്നതിനേക്കാളും സുന്ദരമായൊരു കാഴ്ചയാണ് അത്രേ ഈ പരിശുദ്ധാത്മാവ് ഈ ശരീരം വെടിഞ്ഞ് പരലോകത്തിലേക്കുള്ള ആ ഒഴുക്ക്. അതിനേക്കാളും മനോഹരമാണെന്നാണ് ആ ഹദീസിലെ വാക്യങ്ങൾ നമ്മൾ അറിയിക്കുന്നു. ഒരുങ്ങ ഇങ്ങനെ സുന്ദരമായൊരു യാത്രക്ക് വേണ്ടി പുറത്തേക്ക് ഒഴുകി വരുമ്പോഴോ നമ്മൾ ആ വാക്ക് മലക്കുൽ മൗത്ത് കോരിയെടുക്കുന്ന. ഇപ്പൊ ലേബർ റൂമില് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാ കുഞ്ഞിനെടുക്കുക? സ്നേഹത്തോടെ. എന്തൊക്കെ ഉണ്ടാവും ആ കുഞ്ഞിനെടുക്കുമ്പോ പറയും? നമ്മൾ ആദ്യം നമ്മുടെ കുട്ടിനെ എടുക്കുമ്പോ എങ്ങനെ ഉണ്ടാവുക? ഇവിടെ സ്നേഹം, വാത്സല്യം, കാരുണ്യം, ദയ, കരുതൽ ഒക്കെ ഉണ്ടാവൂലേ? മലക്കുൽ മൗത്ത് ഈ പരിശുദ്ധാത്മാവിന് എടുക്കുമ്പോ എല്ലാ സ്നേഹവും റഹ്മത്തും കാരുണ്യവും വാത്സല്യവും ഒക്കെ ആ സ്നേഹ തലോടലോടെയാണ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഉടൻ ആദ്യം വന്ന റഹ്മത്തിന് മലക്കുകൾ എന്ത് ചെയ്യത്ര, പിന്നെ അണിയിച്ചൊരുക്കണ് പരലോക യാത്രക്ക് ഈ മനുഷ്യനെ. നമ്മൾ അല്ലെ, മണവാളനെ അണിയിച്ചൊരുക്കില്ല, അതിനേക്കാളും സുന്ദരമായി അണിയിച്ചൊരുക്കല. സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അണിയിക്കും, സ്വർഗത്തിലെ സുഗന്ധ ദ്രവ്യങ്ങൾ പുരട്ടിയിട്ട് പിന്നീട് ആകാശ ലോകത്തിലേക്ക് അങ്ങനെ കയറിപ്പോകും. അങ്ങനെ പരലോകത്തിലേക്ക് ഈ മനുഷ്യന്റെ റൂഹ് വെടിഞ്ഞ് അങ്ങനെ ആദ്യം ഇയാൾ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും? പരലോകത്തെത്തി സ്വർഗത്തിലെ വസ്ത്രമൊക്കെ ഇട്ട് കൊടുത്തു, സ്വർഗത്തിലെ സുഗന്ധമൊക്കെ പുരട്ടി. ആദ്യം കേൾക്കുന്നത് ഈ എല്ലാ ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മലക്കുകളും ഇയാളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത്ര ആദ്യം കേൾക്കുക. എന്തൊരു രസമായിരിക്കും ആ യാത്ര. ഈ മലക്കുകളൊക്കെ ഈ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥനയിലേക്ക് ഇങ്ങനെ കയറിപ്പോവും. ഓരോ കൂട്ടം സ്വർഗത്തിലെ സുഗന്ധ പുരട്ടിയിരിക്കുന്നത്. ആകാശ വഴിത്താരകളിലൊക്കെ ഈ സുഗന്ധം പരക്കും. സുഗന്ധം ഇഷ്ടപ്പെട്ടവരാ മലക്കുകൾ, തടിച്ചുകൂടും ഈ വഴിത്താരകളിലൊക്കെ. നമ്മളെ ഈ പ്രധാനമന്ത്രിമാരും ഒക്കെ ഇങ്ങനെ പോകുമ്പോ കണ്ടിട്ടില്ല, അവരൊക്കെ ഈ VVIPs പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടൂലേ? ബാംഗ്ലൂരിൽ ഏതാ സ്റ്റേഡിയം, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അല്ലേ, അവിടെ അല്ലേ
IPL കളിക്കാരെ ഒന്ന് കാണാൻ വേണ്ടി എമ്മാതിരി തിരക്കാൻ്റെ കൂട്ടരെ. ഇത് പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവിനെ കാണാൻ ഈ മലക്കുകൾ, റഹ്മത്തിന് മലക്കുകൾ തിരക്ക് കൂട്ടുന്ന ഹദീസിൽ ഓരോ സംഘം മലക്കൾ എന്ത് എത്ര ഓടി വരും. അവര് ചോദിക്കും, ഇത് ആരാ, ആരാ, ഏത് റൂഹ എന്ന് ചോദിക്കും. അപ്പൊ നോക്കണേ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല പേരുകൾ കൊണ്ട് പരിചയപ്പെടുത്തും. എന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ മദ്ഹ് പാടാൻ തുടങ്ങും മലക്കുകൾ. ഇത്ര സുജൂദ് ചെയ്തവൻ, ഇത്ര സുജൂദ് ചെയ്തവൾ, ഇത്ര ആയത്തുകൾ മനഃപ്പാടമാക്കി ഖുർആൻ ഹാഫിളാണ്, ഇത്ര നന്മകൾ പ്രവർത്തിച്ചു, ഇത്ര സ്വതക്ക കൊടുത്തു. നമ്മൾ ചെയ്ത നന്മകളുടെ മദ്ഹ് പാടിയിട്ടാണ് അത്ര ആകാശ ലോകത്തിലേക്ക് അങ്ങനെ കയറിപ്പോകും. അങ്ങനെ ഓരോ ആകാശ ലോകത്തെത്തുമ്പോഴും ഇവിടെ സ്വീകരണം ലഭിക്കും. മർഹബൻ ബിൻ നഫ്സി ത്വയ്യിബ കാനത് ഫീ ജസദി ത്വയ്യിബ. അങ്ങനെ പരിശുദ്ധമായ ശരീരത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവെ ആകാശ ലോകത്തിലേക്ക് പ്രവേശിച്ചാലെന്ന് 7 ആകാശ ലോകത്തിലേക്ക് എന്ത് ചെയ്യത്രേ, വെൽക്കം സ്പീച്ച് ഉണ്ടാവും, സ്വാഗതം ചെയ്യും. അങ്ങനെ 7ാം മാനലോകത്തെത്തും. അപ്പോഴാണ് അള്ളാഹുവിന്റെ അശരീരി ഇയാൾക്ക് കേൾക്കും, സന്തോഷിപ്പിക്കുന്ന ശബ്ദ. അള്ളാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫിൽ അല്ലിയീൻ, എന്റെ ദാസന്റെ, അവിടെ വാക്ക് അബ്ദീന, അള്ളാഹ് പറയാണ്, അള്ളാഹിന്റെ വാക്ക. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അള്ളാഹു ആണ് പറയുക, അബ്ദി, അബ്ദി. എന്താണ് അബ്ദി? എന്റെ ദാസൻ. നമ്മൾ എപ്പോഴാണ് ഒരാളുടെ പേരിനെ എന്റെയിലേക്ക് ചേർത്ത് പറയപ്പെടാ? ഇഷ്ടം കൂടുമ്പോ. എന്റെ പൊന്നാണ്, നമ്മുടെ മക്കളൊക്കെ പറയൂലേ, എന്റെ കരളാണ്, അല്ലെ? ശരിക്കും ആ വാക്ക് എന്താ? അള്ളാഹുവിന് ആ ദാസനോടുള്ള സ്നേഹവും വാത്സല്യം, എന്റെ ദാസൻ, എന്റെ അള്ളാന്റെ പേരിനോട് ചേർത്ത് വിളിച്ചു. എന്റെ ദാസന്റെ ജീവിതരേഖ, നമ്മൾ പ്രവർത്തിച്ച കർമ്മരേഖല്ലേ, സ്വർഗക്കാരുടെ ഭാഗത്തെ അല്ലിയീൻ, സ്വർഗക്കാരുടെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഭാഗ അല്ലിയീൻ, അവിടെ സൂക്ഷിക്കൂ. ഇനി അത് എടുക്കും വിചാരണക്ക്, അതുവരെ അവിടെ ഇരുന്നോട്ടെ. കണ്ടു, കേട്ടു, സന്തോഷമായി. എന്റെ റെക്കോർഡ് എവിടെയുള്ളത്? സ്വർഗക്കാരുടെ ഭാഗത്ത്. പിന്നെ അള്ളാഹ് പറയും, എന്റെ ദാസന് ഇനി പുനരുജ്ജീവനം വരെ അവന്റെ ബർസഖിലേക്ക് കൊണ്ടുപോയിക്കോന്ന്. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ആ ഒരു യാത്ര ഒരു ഭയപ്പെടുത്തുന്നതാ. കുറച്ച് ബേജാറാണ്. ഒരു കുഞ്ഞുവാവ പോലും എന്തായിരിക്കും എന്നൊരു ആധിയുണ്ടാവും. അപ്പോഴാണ് ആ ആയത്തോർമല്ലേ, ഒന്നോതി, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ദുനിയാവിൽ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് ഉറക്കെ പറഞ്ഞു. പറയുക മാത്രമല്ല, സുമ്മസ്തഖാമ, അതിനനുസരിച്ച് ജീവിച്ചു, അതിനനുസരിച്ച് നിലകൊണ്ടു. അപ്പോഴൊക്കെ ഒരു സംഘം മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും, അവരെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ. എപ്പോഴൊക്കെയാണ് അത്ര? ഒന്ന് മരിക്കുമ്പോ, 2 ഖബറിലേക്ക് ഇങ്ങനെ അള്ളാഹു റെക്കോർഡൊക്കെ സൂക്ഷിച്ച് ഖബറിലേക്ക്, ബർസഖിലേക്ക് അവനെ കൊണ്ടുപോയിക്കോ, പുനരുജ്ജീവനം വരെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയില്ലേ? ആ യാത്ര ഉണ്ടല്ലോ, ആ 7ാം മാനലോകത്ത് നിന്ന് അവന്റെ ബർസഖ് എവിടെയാണോ അള്ളാഹ് നിശ്ചയിച്ചത് അവിടേക്ക്, ആ ഭാഗത്തേക്കുള്ള ആ യാത്ര കുറച്ച് ബേജാറാണ്. അപ്പോഴാണ് ഈ മലക്കുകൾ ഇറങ്ങി വരിക. 3ാമത് ഇറങ്ങി വരിക പുനരുജ്ജീവനം കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് മഹശറിലേക്ക് ഒരു നടക്കുമ്പോൾ ഒരു ബേജാറാ. അപ്പോൾ ഈ മലക്കുകൾ എന്ത് പിന്നാലെ വരും, പേടിക്കണ്ട, ഞങ്ങളുണ്ട്, നിനക്ക് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവൂല, ഭയക്കേ വേണ്ട, ദുഃഖിക്കണ്ട, സമാധാനിക്കുക, സന്തോഷിക്കുക എന്ന് പറഞ്ഞ് ഈ മലക്കുകൾ ഇങ്ങനെ സന്തോഷിപ്പിച്ച് ഈ ആത്മാവിനെ അവന്റെ ബർസഖിലേക്ക് പ്രവേശിപ്പിച്ച് അവർ വിടവാങ്ങും. അവർ ജീവിതം ആരംഭിക്കുകയാണ്. ഉടൻ 2 മലക്കുകൾ വരും. നമ്മൾ പറഞ്ഞില്ലേ, കുറച്ചാദ്യം ഏതൊരാൾക്കൊരു ഞെരുക്കുണ്ടാവും, ചെറിയ ഇരുട്ടും ഉണ്ടാവും. അവിടെയാണ് 2 മലക്കുകൾ. നോക്കണേ, ഇതാ ഖുബിറൽ മയ്യത്ത് ഔഖാല അഹദുക്കും, ഒരു മയ്യത്ത് കബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളിൽ ഒരാൾ കബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ കറുത്ത നീല കണ്ണുകളുള്ള 2 മലക്കുകൾ വരും. ആ മലക്കുകൾ ചില കാര്യങ്ങൾ, ഒന്നിന്റെ പേര് മുൻകറും മറ്റൊരു മലക്കിന്റെ പേര് നക്കീറുമാണ്. ആ മലക്കുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. വ്യത്യസ്ത ഹദീസുകളിൽ പല വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, മലക്കുകൾ ചോദിക്കുന്നത്, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ, ഒരു രൂപം കാണിച്ചോളൂ, ഈ മനുഷ്യനെ കുറിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത്, നിന്റെ അഭിപ്രായം എന്താ, ഈ മനുഷ്യനെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ ആ സ്വലിഹായ മനുഷ്യൻ പറയും, ഹുവ അബ്ദുല്ലാഹി വറസൂലിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.
ഇത് അള്ളാഹുവിന്റെ ദാസനായിരുന്നു, അള്ളാഹുവിന്റെ റസൂല. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും, നീ ഇവ ഉത്തരം പറയുന്ന ഞങ്ങൾക്കറിയായിരുന്നു, പടച്ചോൻ വിവരം തന്നിട്ടുണ്ട്, സന്തോഷിക്കുക. ഇങ്ങനെ പറയുന്ന ഞങ്ങൾക്കറിയാം. നോക്കണേ, മറ്റു റിവായത്തുകളിൽ 3 വിഷയങ്ങൾ ചോദിക്കും. നിന്റെ റബ്ബാരാണ്, നിന്റെ മതം, ദീന്, നമ്മുടെ ജീവിത ദർശനമായി നീ ഏത് വഴി സ്വീകരിച്ചു, അതാണ് ദീന്, ധർമ്മപാത. ഏത് ധർമ്മപാതയാണ് സ്വീകരിച്ചത്? നോക്കണേ, 3 നബിനെ കുറിച്ചാ ചോദ്യം. കൃത്യമായും മുഅ്മിനീങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കും, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ മതം ഇസ്ലാമാണ്, എന്റെ ധർമ്മപാത, എന്റെ ജീവിത ധർമ്മപാത ഗൈഡ് ആയി ഞാൻ സ്വീകരിച്ച്, വഴികാട്ടിയായി സ്വീകരിച്ച ഇസ്ലാമിനെ ആയിരുന്നു. മുഹമ്മദ് നബിയാണ് ഞങ്ങളുടെ റസൂല്. അപ്പോ നിങ്ങൾ ഉത്തരം പറഞ്ഞു. മാർക്കിടണ്ടേ? മാർക്കിടണ്ടേ? ആരാ മാർക്കിടുക? അള്ള മോളെന്ന് വിളിച്ചു പറയും. ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അവിടെയും വാക്കെന്താ? ദീ. കാർഫിങ്ങളെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ആ വാക്ക് വരുന്നില്ല. എന്റെ ദാസൻ പറഞ്ഞു സത്യ, ഫുൾ റൈറ്റ്, ഫുൾ A+, അള്ളേ കൊടുത്തത്. മറ്റു ചില റിവായത്തുകളിലൊക്കെ നിങ്ങളിതാ ഇങ്ങനെയാണ് പറയുന്നത്, അള്ള വിളിച്ചു പറയും, എന്റെ അടിമ പറഞ്ഞത് റൈറ്റ്, ഫുൾ ശരി. പിന്നെയാണ് ഖബർ അത്ഭുതമായി മാറുകയാണ്. ഇതുവരെയും ഖബർ എങ്ങനെയായിരുന്നു? ഒരു നെരുക്കം, ഇരുട്ട്. അത് മാറാൻ പോകുകയാണ്. ഖബർ സ്വർഗമാക്കി അള്ളാഹു, പുതിയ ലോകം, പുതിയ അനുഭവം. അപ്പോ ഈ ഭൂമിയിൽ നിങ്ങളിത് കാണണ്ടോ? അല്ലേ? നിങ്ങളുടെ കണ്ണിത് കാണണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. ഈ നിറം ഇങ്ങനെ ഉണ്ടോ? അറിയില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ? പുറത്തിറങ്ങിയ മരം കാണില്ല, മരം പച്ച പച്ച തന്നെയാണോ? ആണോ? ആയിക്കോണോ? അറിയില്ല എന്നാ ഉത്തരം. അറിയില്ല. എന്റെ കൂട്ടരെ, നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങളാണ് നമുക്ക് നമ്മുടെ കണ്ണ് ഈ ദൃശ്യം ത്രിമാന രൂപങ്ങൾ പകർത്തിയിട്ട് ഇതിനെ മെസ്സേജ്, ഇലക്ട്രിക് സിഗ്നൽ വേവ്സ് ആക്കിയിട്ട് എവിടെ അയക്കും? തലച്ചോറിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് തലച്ചോറ് ഇൻഫർമേഷൻ തരും, നീ കണ്ടത് ഇന്ന നിറത്തിൽ, ഇന്ന വസ്തു, ഇന്ന രൂപം, ഇന്നത് ഇന്നത് എന്ന് തലച്ചോറ് വിശദീകരിച്ച് തരുമ്പോൾ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ഒരു അനുഭവമായി മാറുന്നത്. അത് കേൾവിയാണെങ്കിൽ എന്താണെങ്കിലും. ക്ലിയർ? ക്ലിയർ? അപ്പൊ ഈ ദുനിയാവിലെ കാഴ്ച, രുചി, പലതരം അനുഭവങ്ങൾക്ക് ഒരു സംവിധാനം വെച്ചില്ലേ, അതുപോലെ ഖബറിലെ രസങ്ങൾ ആസ്വദിക്കാൻ മറ്റൊരു സിസ്റ്റം, ഇവിടെ അള്ളാഹു ഒരു സിസ്റ്റം വെച്ച്, അതാണ് കാര്യകാരണ ബന്ധം എന്ന് കേട്ടിട്ടില്ലേ? എല്ലാം കാര്യകാരണം. ഇവിടെ ഒരു സിസ്റ്റം വെച്ചിരിക്കണമല്ലോ. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? ഇവിടെ ഒക്കെ ഇന്നതുപോലെ ഒരു സിസ്റ്റം വെച്ചു, ഒരു സിസ്റ്റം. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? പഠിച്ചോനെ, അർശിന്റെ മുകളിലേക്ക് പോയി അള്ളാഹ്. അർശിന്റെ ചുവട്ടിൽ ആ ജന്നാത്തുൽ ഫിർദൗസ് അടക്കം എല്ലാ സൃഷ്ടികൾ അർശിന്റെ ചുവട്ടിലാ. ക്ലിയർ? എന്നിട്ട് അള്ളാഹ് ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അർശിന്റെ മുകളിലോട്ട് പോയി. ഇനി ഈ സിസ്റ്റം അവസാനിക്കും. അതോടെ പുതിയ സിസ്റ്റത്തോടു കൂടിയ ലോകം ജനിക്കുകയായി. അതാണ് പരലോകം. അത് തുടങ്ങണവൻ അള്ളാഹു വിളിച്ചു പറയും, ജന്ന, അവന് സ്വർഗത്തിന് മെത്ത വിരിച്ചു കൊടുക്കാൻ പറയും. മലക്കുകൾ ഇതാ സ്വർഗത്തിലെ മെത്ത, രാജകീയമായ കിടക്കാനുള്ള സൗകര്യ ഫെസിലിറ്റി കിട്ടി. നോക്കണേ, ജന്ന, സ്വർഗത്തിലെ വസ്ത്രം അണിയിച്ചു കൊടുക്കാൻ പറയും. 3 ജന്ന, അവന്റെ ബർസഖിൽ നിന്നൊരു ഡോർ, സ്വർഗത്തിലേക്ക് ഒരു ഡോർ തുറന്നിടുക. അത് തുറന്നിട്ട് കൊടുക്കും. ശരിക്ക് സാക്ഷാൽ ഒറിജിനൽ സ്വർഗത്തിന്റെ ദൃശ്യം വരുന്ന അവിടെ ഒരുക്കപ്പെടും. കാണാം, കണ്ട് രസിക്കാം, അല്ലെ? അതിലൂടെ സ്വർഗത്തിലെ സുഗന്ധമൊക്കെ വരും. അപ്പൊ ഈ സ്വർഗത്തിലെ ഈ ഖബറിൽ ഇയാളുടെ അനുഭവം എന്തായിരിക്കും? ഇന്നത്തെ ഒരു സുഗന്ധ, ഇന്നത്തെ മനുഷ്യന്മാരുടെ ഒരു രസം എന്താ, അല്ലേ? ഒരു മാഷ് ക്ലാസ് എടുത്തു. മാഷിന്റെ വിഷയം പക്ഷികളെ കൂട്ടിലടച്ചാൽ പണ്ട് എന്നല്ലേ ഒരു കവിതയൊക്കെ ഉണ്ട്, ബന്ധൂര കാഞ്ചാന കൂട്ടിലാണെങ്കിലും, അല്ലെ? ഓർമ്മയൊന്നുമില്ല പണ്ടത്തെ കവിതകൾ. അപ്പൊ
കൂട്ടിലടച്ചാൽ അത് പ്രയാസപ്പെടുന്നു പഠിപ്പിക്കണം. പക്ഷെ ഇന്നത്തെ മക്കളാന്ന് ചിന്തിച്ച് ക്ലാസ് എടുക്കണ്ടേ? അപ്പൊ മാഷ് മക്കളെ നിങ്ങളെ റൂമിൽ അടച്ചിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടാല്, കുറേ നേരം പൂട്ടിയിട്ടാല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ എന്ന്. ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പ്രയാസമാണെന്ന് ആര് പറയേണ്ടിയിരുന്നത്? മക്കൾ പറയണം. മക്കൾ പറഞ്ഞു, മാഷേ ഒരു മൊബൈലും കുറെ ലേസിന്റെ പാക്കറ്റ് ഞങ്ങളുടെ റൂമിൽ വെച്ചോന്നോളി, എത്ര സമയങ്ങൾ പൂട്ടിയിട്ടോളി കുഴപ്പമില്ല. ഇതും തിന്ന ഇതും ഇരിക്കുക. ദുനിയാവിലെ ഇന്നത്തെ ഒരു സുഖമാണ് ദൃശ്യം. അള്ളാഹു ആ സ്വർഗവാസിക്ക് കൊടുത്ത ദൃശ്യവിരുന്ന് എന്താ? സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നിട്ടു. സാക്ഷാൽ സ്വർഗത്തിലെ എൻജോയ്മെന്റ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ആ വിരുന്ന്. അതിങ്ങനെ കാണാം. കണ്ടാലും കണ്ടാലും തീരാത്ത സുഖങ്ങളാ. നോക്കണേ, മറ്റൊരു ഭാഗത്ത് റിവായത്തിലൊക്കെ അള്ളാഹു ഈ മനുഷ്യന് ഈ കബറിൽ കൊടുത്ത സ്വർഗ വിരുന്ന് അതിന്റെ മഹത്വം ബോധ്യപ്പെടുത്തണമല്ലോ, അല്ലെ? അതിനുവേണ്ടി മലക്കുകൾ ഇങ്ങനെയാണ് പറയാ. ഒന്നൊരു ചോദ്യം കഴിഞ്ഞാൽ ഉത്തരമൊക്കെ പറഞ്ഞു. ഉത്തരം കഴിഞ്ഞാൽ ഈ മലക്കുകൾ പറയാ, ആദ്യം നരകത്തിലേക്ക് ഒരു ഡോർ തുറക്കും. ഒന്നൊരു ഇലാ മഖഅദിക മിനന്നാർ. ഇതാ നിന്റെ നരകത്തിലേക്കുള്ള ഡോറ് കണ്ടോ കത്തുന്നത്? നീ നന്നായി, പകുതി ജീവിതം വരെ നീ പാപിയായി നടന്നു, പക്ഷേ നീ ഈമാൻ വർദ്ധിപ്പിച്ചു, തൗബ ചെയ്തു, യൂട്ടേൺ അടിച്ചു, നന്മയുടെ വഴിയിലേക്ക് വന്നു. അതുകൊണ്ട് മാത്രം ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അബ്ദലക അല്ലാഹു ബിഹി മഖഅദൻ മിനൽ ജന്ന. ഇതിന് പകരം സ്വർഗത്തിലേക്ക് ഒരു ഡോറ് തുറന്നിട്ട് കൊടുക്കും. ഇതായിരുന്നു നിനക്ക് ആദ്യം കിട്ടേണ്ടിയിരുന്നത്, പക്ഷേ നീ നന്നായി, തൗബ ചെയ്തു, നന്നായി, അതുകൊണ്ട് മാത്രം നിനക്ക് അള്ളാഹു അതിന് പകരം സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്തൊരു സ്വർഗം കാണിച്ചു കൊടുക്കും. രണ്ടും കാണും. അപ്പൊ ഈ മനുഷ്യൻ എന്താ ഉണ്ടാവുക? അൽഹംദുലില്ലാഹ്, ഞാനൊറ്റങ്ങാനും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ നരകത്തേക്ക് പോണ്ടി വന്നെ. തൗബ ചെയ്ത് നന്നായി. ഇപ്പൊ നമ്മൾ നന്നായില്ലേ? ഈ ക്ലാസ്സിന് വന്നിരുന്നില്ലേ? ഈ സന്തോഷമൊക്കെ ഈ സമയത്താ നമ്മൾ പ്രകടിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, അവിടെ പോയി ഇരുന്ന ആ ബർക്കത്തുകൊണ്ട്, ആ പ്രാർത്ഥന കൊണ്ട്, മലക്കയുടെ പ്രാർത്ഥന, ആ നന്മ കൊണ്ടല്ലേ കഴിച്ചലായത്. ഇങ്ങനെ ഓരോന്നും ചെയ്തതിന്റെ നന്മയുടെ മഹത്വവും ആ ഖബറിൽ അള്ളാഹുവിനെ വാഴ്ത്തിപ്പാട് സുഖത്തോടു കൂടി ആ മനുഷ്യൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഖബറ് നോക്കത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കും. ഒരു ഭാഗത്ത് 70 മുഴം. അള്ളാഹു പറയും, 70 മുഴം അളവിലേക്ക് ഖബർ വിശാലമാകും. മറ്റൊരു ഭാഗത്ത് മദ്ദബസരിഹി എന്നാണ്. മദ്ദബസരിഹി, അവന്റെ നോട്ടം ഖബറിൽ ഇങ്ങനെ കടന്നു എവിടേക്ക് എത്തുന്ന ആ ഭാഗത്തേക്കൊക്കെ ഖബർ വിശാലമായിരിക്കും. അത്രക്ക് വിശാലമായ ഒരു സ്പേസ് ആണ് അവൻ അള്ളാഹു കൊടുക്കുന്നത്. നമ്മുടെ പോലെ 5 സെന്റ് 10 സെന്റും അല്ല. ഇങ്ങനെ നിന്നാൽ എവിടൊക്കെ നോട്ടത്ത് അത്രയും ദൂരക്ക് അവന്റെ ഖബറും അതിന്റെ സുഖങ്ങളാണ്. ഈ ഭാഗം മുഴുക്ക എങ്ങനെയായിരിക്കും? ആ ഭാഗങ്ങളൊക്കെ പച്ചവർണ്ണം കൊണ്ടിരിക്കും. എന്താ ഈ പച്ചവർണ്ണം? സ്വർഗത്തിലെ സുന്ദരമായ തോട്ടങ്ങൾ. അപ്പൊ ഖബർ എന്താ? അടിപൊളി സുന്ദരമായൊരു ഗാർഡന്റെ നടുവിൽ സ്വർഗത്തിലെ മെത്തയും ഒക്കെ വിരിച്ചിട്ടിങ്ങനെ രാജകീയമായിട്ടുള്ളൊരു കടത്തം. എവിടക്ക് നോക്കിയാലും ഈ മനുഷ്യന് കാണുന്ന സ്വർഗത്തിലെ ദൃശ്യവിരുന്നുകളാ കാണാം. സന്തോഷിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രം. ഇനി കാണണമെങ്കിൽ പ്രകാശം വേണ്ടേ? ഭീതി പോണ്ടേ? അള്ളാഹു ഉടൻ തന്നെ തുമ്മ യുനവ്വറു ലഹും ഫീഹി, അവിടെ പ്രകാശം നിറച്ചു കൊടുക്കും. ഇരുട്ടൊക്കെ പോയി. നമുക്കനെ സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് രസിക്കുമ്പോണ്ട് നല്ല ചന്തള്ള കുറെ രൂപങ്ങൾ വരും. ഒറ്റപ്പെടലില്ല, കൂട്ടിന് ആളുണ്ട്, മുണ്ടാനും ഭർത്താവ് പറയാൻ ആള് വേണ്ട. എപ്പോഴും ഇത് കണ്ടിരിക്കൽ മാത്രം. ഇടയ്ക്ക് ചായക്ക് കുടിക്കാൻ വേണ്ടി സൊറ പൊട്ടിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യില്ലേ? ഖബറിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാ, സുഖങ്ങളാ. ഈ ദൃശ്യം സുഖം മാത്രമല്ല, ഇടയ്ക്ക് എന്ത് ചെയ്യും? അത്ര ചന്തള്ള രൂപം വരും. അപ്പൊ ഈ മനുഷ്യൻ പറയും, നിന്നെ കാണാൻ തന്നെ ഭയങ്കര നല്ല മണം, ഇപ്പോ അടുത്ത് വന്നിരിക്കും. നീ എന്തോ സന്തോഷിപ്പിക്കാനാണല്ലോ വന്നത്? അതെ, നിന്റെ കൂട്ടുകാരനാ, നിന്നെ മുണ്ടിയും വർത്താനം പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിക്കാൻ വന്നതാ. ആരാ നീ എന്ന് ചോദിക്കുമ്പോ അത് പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാ. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹു ഒരു രൂപത്തിലേക്ക് മാറ്റി നമ്മളെ സന്തോഷിപ്പിക്കാനായി നമ്മുടെ ബർസഖിലേക്ക് അയക്കും. നമ്മുടെ കൂട്ടിനുണ്ടാവുക കർമ്മങ്ങൾ മാത്രം. നബി പറഞ്ഞില്ലേ, അമലുഹു, കർമ്മങ്ങളെ ഉണ്ടാവും, അത് നന്നാക്കിക്കോളൂ. ഈ മനുഷ്യൻ അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരൊറ്റ വാക്ക്, ഒരേ മുഅ്മിനീങ്ങൾ ഖബറിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സെന്താന്നും പറയണട്ടോ. അത് കഴിഞ്ഞിട്ട് റബ്ബി അജ്ജിൽ ഖിയാമ സഅ, പെട്ടെന്ന് ലോകം അവസാനിപ്പിക്കപ്പെടച്ചവനെയാണ്. പെട്ടെന്ന്
റബ്ബേ ഫയഖുൽ റബ്ബി അഖിമി സ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി. പെട്ടെന്ന് അല്ലാഹുവേ ലോകം അവസാനിപ്പിക്ക്. ദാ ഈ കാണുന്ന എന്റെ സ്വത്ത്, സ്വർഗത്തിലെ മുതല്, എന്റെ കുടുംബം, അതിലേക്ക് വേഗം പോകാനാ. ഇങ്ങനെ പ്രാർത്ഥിക്കും അത്ര. നമ്മുടെ മോഹം എന്ന് പറയും, പഠിച്ചോനെ അടുത്ത കാലത്തൊന്നും ലോകം അവസാനിക്കല്ലേ എന്നാ. കാരണം നമ്മൾ റിയാലിറ്റി കണ്ടിട്ടില്ല. സ്വഹാബത്ത് കണ്ടു, നബി പറഞ്ഞപ്പോ അകക്കണ്ണുകൾ കൊണ്ട് കണ്ടു. അവര് മരിക്കുമ്പോ എന്താ പാടിയെന്നറിയോ? മുആദ് ബിൻ ജബൽ 33-ാമത്തെ വയസ്സിൽ ഉമറുല്ലാന്റെ കാലഘട്ടത്ത് ഫലസ്തീനിൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാൻ പറഞ്ഞയച്ചതാ. കോളറ ബാധിച്ച് മരിക്കുകയാണ്, പ്ലാഗ് രോഗം ബാധിച്ച് മരിക്കുകയാണ്. മർഹബൻ ബിൽ മൗതി മർഹബ സായിറുൻ ജാഅ ബഅദ ഗിയാബിൻ വഹബീബുൻ വഫദ അലാ ശൗഖിൻ. മരണമേ സ്വാഗതം, സ്വാഗതം. ഒരുപാട് കാലം മറഞ്ഞിരുന്ന് എന്നിലേക്ക് വരുന്ന എൻ്റെ സന്ദർശകനായ മരണമേ സ്വാഗതം, വേഗം വന്നാലും. എൻ്റെ ആഗ്രഹങ്ങൾ സ്വർഗത്തിലെത്തണം, അള്ളാനെ കാണണം, നബിനെ കാണണം. എൻ്റെ ഈ കൊതികളും ആഗ്രഹങ്ങളൊക്കെ എന്നിലേക്ക് പൂവണിപ്പിക്കാൻ വേണ്ടി എന്നിലേക്ക് വരുന്ന എൻ്റെ ഹബീബായ പ്രിയപ്പെട്ട മരണമേ വേഗം വരൂ എന്ന് മരണത്തിന് മറഹബ പാടിയിട്ടാണ് ത്രാമിരിക്കുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു മരിക്കണം. കാരണം അവർക്കറിയാം, കണ്ടു മുന്നിൽ സ്വർഗ്ഗം, അതിനു വേണ്ടതൊക്കെ ചെയ്തു, പരമാവധി ചെയ്തു. നോക്കണം, ആ മനുഷ്യനും അതാ. നമ്മൾ ആലോചിക്കും, ആ മണ്ണറയിലേക്ക് ഈമാനും അമലുമായി പോയാൽ നമ്മുടെ ഖബറ്, ആ ഖബറിലേക്കുള്ള യാത്ര, ബർസഖിലേക്കുള്ള യാത്ര സുന്ദരമായിരിക്കും. ആ സുന്ദരമായ യാത്രയെ വളരെ മനോഹരമായി നോക്കണേ, കുറഞ്ഞ വാക്കുകളിൽ അള്ളാഹു സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ അവതരിപ്പിച്ചില്ലേ അല്ലേ? മലക്കുൽ മൗത്തിനെ വിളിക്കും അത്രേ. നല്ല പരിശുദ്ധാത്മാക്കൾ മരിക്കാനാകുമ്പോ വിളിക്കും. അള്ളാഹ് ശരിക്ക് സ്റ്റഡി ചെയ്തിട്ടാ വിടുക, പഠിപ്പിച്ചു കൊടുത്തിട്ടാ വിടുക. നിങ്ങൾ പോകുന്നത് ആരിലേക്കാണ് എന്ന ബോധം ഉണ്ടാക്കി കൊടുക്കും. അവരെങ്ങനെ വിളിക്കാവൂ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അങ്ങനെ വിളിക്കാവൂ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കണം. എന്തിൽ നിന്ന് സമാധാനം കിട്ടി? എന്തൊക്കെ സമാധാന? എന്തൊക്കെ സമാധാനം? സ്വർഗം, ശിക്ഷല്ല, പാപങ്ങൾ പുറത്തു തന്നു. ഈ സമാധാനമൊക്കെ അവന് കൊടുക്കണം. ഇർജിഇ, എന്നിട്ട് വിളിക്കണം. ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് തിരിച്ചു വാ, റിട്ടേൺ വാ, നിന്റെ ലോകത്തിലേക്ക് വാ. നിനക്ക് അള്ളാനെ കാണണ്ടേ? അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ട, എന്തൊക്കെ സമ്മാനങ്ങൾ തരണം. ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി. പ്രത്യേക അള്ളാന്റെ ഒരു ദാസന നീ, അവിടേക്ക് പ്രവേശിക്കുക. ഫദ്ഖുലി ജന്നത്തി. ഇങ്ങനെ പോണ്ടേ, പോണ്ടേ? അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആ രസകരമായ യാത്ര, ഇത്രയും നേരം പറഞ്ഞ ആ സുന്ദരമായ യാത്ര ഇങ്ങനെ മനസ്സിലൊന്ന് സ്വപ്നം കാണുക. നിങ്ങൾ ആ ഹദീസിൽ പറഞ്ഞതൊക്കെ, നിങ്ങൾ സ്വർഗത്തിൽ ആ ഖബറിലെത്തുന്നതും ആ ഖബർ സ്വർഗമായി അള്ളാഹു പുതിയൊരു അനുഭവത്തിന്റെ ലോകം വിരിച്ചു തരുന്നതൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഇതൊന്ന് ഓതി നോക്കി. ഓതി തരുന്നത് ഹാനി റിഫായാണ്. വളരെ ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം ഓതുന്നത്. കാരണം ഇങ്ങനൊരു യാത്ര കിട്ടുമോ ഇല്ലേ എന്ന ബേജാറ് കൂടി ഉള്ളിലുണ്ടാകണം. ഓതല്ലേ? ഓതൂലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആസ്വദിച്ച് കേൾക്കുകയും ഓതുകയും ചെയ്യണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها يا أدخلي أدخلي
فادخلي في عبادي وادخلي جنتي. അള്ളാഹുവേ, ആ മണ്ണറയിലേക്ക് സുന്ദരമായ നഫ്സുൽ മുത്മഇന്നയായി ഞങ്ങളെയും നീ സ്വീകരിക്കണേ. ഇനി അള്ളാഹു നീട്ടിത്തരുന്ന ആയുസ് ഉണ്ടല്ലോ, ഇതാ നമ്മുടെ നഫ്സിലെ നഫ്സ്, നമ്മൾ പറയുന്ന സത്തുള്ളിലെ നഫ്സ്, അതിനെ മുത്മഇന്നയാക്കണം. അതിലുള്ള പണിയെടുക്കേണ്ടത്. പാപങ്ങളൊക്കെ നമ്മുടെ നഫ്സിൽ പാപങ്ങളുണ്ട്, കഴുകി വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക, തിളക്കണ്ടാവുക. ഈമാൻ കൊണ്ട് ഇങ്ങനെ നമ്മുടെ നഫ്സ് ഇങ്ങനെ മലക്കുൽ മൗത്ത് ഇപ്പൊ തിളങ്ങണം. നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു നഫ്സായിട്ട് ഇങ്ങനെ മരണത്തെ വെൽക്കം ചെയ്യാൻ, സ്വാഗതം വരാ, ഇങ്ങനെ കാത്തിരിക്കണം മരണത്തെ ഓരോ രാവും പകലിലും. എന്തേ വരാത്തത്? സ്വർഗത്തിലെത്തണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീട്ടിത്തരുന്ന ആയുസ്സും ആരോഗ്യമൊക്കെ നമ്മുടെ നഫ്സിനെ മുത്മഇന്ന, നല്ല പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധി വരുത്തി നല്ല തിളക്കമുള്ള ഈമാനിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചിങ്ങനെ മലക്ക് വരുമ്പോൾ ഈമാൻ ഇങ്ങനെ നിറഞ്ഞ അവസ്ഥയിലായിരിക്കണം. നിറഞ്ഞ ഈമാനോടെ പരലോകത്തിലേക്ക് യാത്ര തിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ പ്രശ്ന. നമ്മൾ പറഞ്ഞില്ലേ, പരലോകത്തിലേക്ക് പാപങ്ങളൊന്നും കഴുകി ശുദ്ധി വരുത്താതെ പരിശുദ്ധാത്മാക്കളാകാതെയാണ് യാത്രയെങ്കിൽ ഇത് വളരെ പ്രയാസ. രണ്ട് നിലക്കാണെന്ന് പറഞ്ഞു. അതിന്റെ മറ്റൊരു വശമുണ്ട്. പാപം കൊണ്ട് മലിനമായ നഫ്സുൽ ഖബീസ്ന, മ്ലേച്ഛാത്മാവ്, മ്ലേച്ഛൻ എന്ന് പറയില്ലേ, മ്ലേച്ഛ എന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ വൃത്തികേടുകൾ നിറഞ്ഞ ആത്മാവ്, പാപങ്ങളും കുറ്റകൃത്യങ്ങളും തമ്മാടിത്തരങ്ങളും നന്മകളൊന്നുമില്ല, തൗബ ചെയ്തുമില്ല. അത്തരം ആളുകൾ പരലോകത്തിലേക്കുള്ള യാത്ര ഭയാനകമാണ്. ഒന്നേ റുഇയത്തുൽ ലിമലായിക്കത്തിൽ അദാബ്, ശിക്ഷയുടെ മലക്കുകളെയാണ് കാണുക. നോക്കണേ, അവർ പരുക്കൻ സ്വഭാവക്കാര്, വഹും ഖിലാദുൻ ശിദാദുൻ സൂദുൽ വുജൂഹ്, കറുകറുത്ത കരിമ്പട പുതച്ച, കാണാൻ ഭയാനകമായ രൂപം, ഊക്കന്മാരാ, മല്ലന്മാരാ. അവരുടെ ഊക്ക് എത്ര ഉണ്ടെന്ന് ഖബറിൽ അടിക്കണ സമയത്തിൽ അവരുടെ ചുറ്റിയുടെ ഭാരവും കനവും പറയുന്ന സമയത്ത് ഞാൻ പറയാം. അത്ര കൂക്ക. ഇനിയോ അവരെ കണ്ട് ഈ റൂഹ് എന്ത് ഇത്ര പേടിച്ചുരുക്കും. ഏതുപോലെ ഈ ഒച്ച് നൗനിയൊക്കെ, നൗനി അട്ട അതിന് ഉപ്പിട്ടാൽ ആ അട്ട എന്ത് ചെയ്യും? വെള്ളമായി പോകുന്നത് പോലെ ഭയം കൊണ്ട്, ഈ ശിക്ഷയുടെ മലക്കയുടെ രൂപം കണ്ട് ഭയന്നിട്ട് ഈ മനുഷ്യന്റെ ആത്മാവ് ഉരുകും. അത്ര പേടി കൊണ്ട് ഉരുകും. ഈ ഭയാനകമായ രൂപം, അവരുടെ കയ്യിൽ അടിക്കാനുള്ള ഹാമർ ഉണ്ട്, ഹാമർ, ചുറ്റിക, വെപ്പൺ, ഒരേ വെപ്പൺ. അതുമായിട്ട് വന്നിങ്ങനെ കരിമ്പട പൊതിച്ചിട്ട് ഇങ്ങനെ നരകത്തിലെ വസ്ത്രം, ചീഞ്ഞു നാറുന്ന ദുഷിച്ച വസ്ത്രങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇവര് ഈ ഭീകര രൂപം കൊണ്ട് ഈ ഭീകരന്മാരെന്ത് ചെയ്യും? ഇവന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. നോക്കുന്നിടത്തൊക്കെ ഈ ഭീകരന്മാരെ കാണാം, ഭീകര മലക്കുകളെ കാണാം. കണ്ട് ഭയക്കും. പിന്നാലെ നോക്കണ ആര് വരും? മലക്കുൽ മൗത്ത് വരും. നോക്കണേ, മലക്കുൽ മൗത്ത് മുഅ്മിന്റെ അടുത്ത് വന്ന പോലെയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളഹാനോട് പല കാര്യങ്ങളും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലേ? കണ്ടിട്ടില്ലേ? അള്ളാഹുവേ, എങ്ങനെ ഒരാൾ മരിപ്പിക്കുക, എനിക്ക് കാണിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് കാണിച്ചു കൊടുത്തു. പക്ഷികളെ പിടിച്ച് അറക്കാൻ പറഞ്ഞു പല ഭാഗത്തൊക്കെ, അതിന്റെ ഭാഗം. അതുപോലെ അള്ളാഹുവിനോട് ഒരിക്കൽ ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടു, ചരിത്ര രേഖകളിലൊക്കെ കാണുന്നുണ്ട്, അള്ളാഹുവേ, മലക്കുൽ മൗത്ത് പാപികളെ മരിപ്പിക്കാൻ വരുന്ന രൂപത്തിൽ എനിക്കൊന്ന് കാണണം. ഇബ്രാഹിം നബി പറഞ്ഞതൊക്കെ സാധിച്ചു കൊടുത്ത അള്ളാഹ് ഒരു കാര്യം ചോദിച്ചു. ഇബ്രാഹിം, അത് താങ്ങോ നിനക്ക് എന്നാ ചോദിച്ചത്. ഇല്ല പറച്ചോടൊന്ന് കാണാനാ. എന്നാ നോക്കിക്കോ. ഇബ്രാഹിം നബി നോക്കുന്നു. ഒരൊറ്റ നോട്ടം കണ്ടോന്നറിയില്ല. അള്ളാനെ കാണുന്നെന്ന് പറഞ്ഞ മൂസാ നബി, അല്ലെ, അള്ളാഹു ആ മലയിലേക്ക് വെളിപ്പെടാൻ ശ്രമിച്ചപ്പോ മൂസാ നബി കണ്ടില്ല. അതിനു മുമ്പേ ബോധം കിട്ടു. ഇതുപോലെ ഇബ്രാഹിം നബി മലക്കുൽ മൗത്ത്, മരണത്തിന് മലക്ക് പാപികളെ മരിപ്പിക്കാൻ വരുന്ന രൂപം ഒരൊറ്റ നോട്ടം കണ്ട് ഭയന്നിട്ട് പേടിച്ചിട്ട് ഇബ്രാഹിം നബി ബോധം കെട്ടു വീണു എന്നാണ് ചരിത്രം. ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ള, അള്ളാന്റെ കൂട്ടുകാരൻ എന്ന സ്ഥാനമുള്ള ഇബ്രാഹിം നബിക്ക് പോലും പാപികളെ മരിപ്പിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിന്റെ രൂപം താങ്ങാനായിട്ടില്ല. നമ്മുടെ കയ്യിൽ പാപങ്ങൾ ബാക്കിയായിട്ടാ മരിക്കുന്നതെങ്കിൽ ഈ മലക്കിന്റെ രൂപം കണ്ടാൽ തന്നെ പേടിച്ച് നെട്ടി വറക്കില്ലേ? എവിടെ വന്നിരിക്കുക? തലഭാഗത്ത് വന്നിരിക്കും. എന്നിട്ടോ ഇതാ വിളിക്കുന്നതോ ഭയാനകമായ ശബ്ദത്തിൽ, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, മ്ലേച്ഛാത്മാവേ, പരിക്കൻ സ്വഭാവത്തിൽ വിളിക്കും.
ഉഖരിജി, പുറത്തേക്ക് വാ, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാന്റെ ശാപ കോപത്തിലേക്ക്. ശിക്ഷ ഇങ്ങനെ വിരുത്തിയിട്ട് കാണിച്ചു കൊടുക്കും. റൂഹ് പുറത്തേക്ക് വരുന്നതിന് മുമ്പേ നരകത്തിലെ ശിക്ഷ ഇങ്ങനെ ശരിക്കും ഈ മനുഷ്യന് നരകത്തിലിട്ട് ജീവനോടെ കത്തിക്കണത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ശരിക്കുതാ ഇതിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ഖബറിലെ അദാബുകളൊക്കെ ഇങ്ങനെ വിരുത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ റൂഹ് പേടിച്ചിട്ട് പുറത്തേക്ക് വരില്ല. ഏത്? കീഴടങ്ങില്ല, പതുങ്ങും, ഉള്ളിലോട്ട് പതുങ്ങും. അപ്പോഴാണ് എന്താ ആരംഭിക്കുക? റൂഹിനെ പുറത്തെടുക്കാൻ വേണ്ടി ആ റൂഹിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും അടി തുടങ്ങും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം നബിനോട് പോലും പറഞ്ഞു, നബിയെ അങ്ങേക്ക് അത് കണ്ടു നിൽക്കാനാവില്ലെന്ന, വലൗ തറാ എന്നാ തുടങ്ങുന്നത്. നബിക്ക് പോലും പാപികളെ മലക്കുകൾ മരിപ്പിക്കുന്ന, അടിച്ച റൂഹ് പിടിക്കുന്ന രംഗം കണ്ടു നിൽക്കാനാവില്ല. രക്ഷപ്പെടാൻ നോക്കിക്കോളി. അള്ളാഹു പറയുന്നു, ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. വലൗ തറ, പ്രവാചകരെ അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ. കണ്ടു നിൽക്കാൻ കഴിയില്ല, അത്രക്ക് ഭീകരമാണ്, ഭയാനകമാണ്. ഇത് യതവഫല്ലദീന കഫറുൽ മലായിക, സത്യനിഷേധികളായ പാപികളായ നന്ദികെട്ടവരായ മനുഷ്യരെ, ആത്മാക്കളെ ശിക്ഷയുടെ മലക്കുകൾ മരിപ്പിക്കുന്ന രംഗം പ്രവാചകരങ്ങ് കണ്ടിരുന്നെങ്കിൽ. ഭയാനകമാണ്, കണ്ടു നിൽക്കാൻ നബിക്ക് പോലും പറ്റില്ല. നബി കാണാത്ത കാഴ്ചകളുണ്ടോ? നബിക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര ഭയാനക. എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്ന് വായിക്കുക. ഏതാണിത്? വായിച്ചോളെ, വായിക്കി. യദ്രിബൂൻ എന്നല്ലേ? അവർ അടിക്കുന്ന. അപ്പോ ഏകവചനാണോ ബഹുവചനാണത്? ബഹുവചനം. നമ്മൾ പറയല്ലേ ഹൃദയത്തിൽ കയറണം, ബഹുവചനം. അപ്പൊ ഒരു മലക്കല്ല അടിക്കണത്, എത്ര ഉണ്ട് എന്നറിയില്ല. സഅദ് ഇബ്നു മുആദിന്റെ അടുക്കിലേക്ക് 70,000 റഹ്മത്തിന്റെ മലക്കുകളാ. അപ്പൊ ഈ പാപിയായ മനുഷ്യന്റെ അടുക്കിലേക്ക് ഒരു 50,000 ശിക്ഷയുടെ മലക്കാണെങ്കിലോ, 1,00,000 ആണെങ്കിലോ, അവരൊക്കെപ്പാടെ അടിക്കണത്. അടി താങ്ങോ? നോക്കാം. ഒരു മനുഷ്യന്റെ അടി കണ്ടു നിൽക്കാൻ പറ്റുമോ നോക്കാദ്യം, എന്നിട്ടല്ലേ മലക്കളുടെ അടി സഹിക്കാൻ പറ്റുമെന്ന്. എവിടെയൊക്കെ? വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും. ഒരു വാക്ക് പറയും, വദൂഖു അദാബൽ ഹരീഖ്. കണ്ടോ? കരിച്ചു കളയുന്ന. ഹരീഖ് പറഞ്ഞ കരിക്കുക, തീ കത്തുമ്പോഴുള്ള വേദന, ശരീരം കത്തുമ്പോഴുള്ള വേദന, കരിഞ്ഞു പോകുമ്പോഴുള്ള വേദന മനുഷ്യ നീ അനുഭവിക്കണമെന്ന. തീപ്പാറിന് അടിയുന്ന. ഹാമർ കൊണ്ട് കടുപ്പമേറിയ പാറ ആഞ്ഞടിക്കുമ്പോ തീപ്പാറും. അപ്പൊ ആ അടിയുടെ പവർ കൊണ്ട് ആ തീപ്പാറ. ഒന്നതാ തീപ്പാറിന് അടി. രണ്ടോ, ശരിക്കും ഓരോ അടിക്കും, ഈ മലക്കൾ അടിക്കുന്ന ഓരോ അടിക്കും ദേഹത്ത് മൊത്തം തീപിടിച്ചാലുള്ള വേദന ഈ മനുഷ്യൻ അനുഭവിക്കുന്ന. നിങ്ങൾ ആലോചിക്കണം, അവിടെ ഉപയോഗിച്ച ആ വാക്ക് എന്താണ്? ഇപ്പോ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ അവിടെ നിന്ന് കാണുന്ന കാഴ്ച, ദളിതന്മാര് അല്ലെ, പല ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ആൾക്കൂട്ട ആക്രമണം കണ്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ, ഇപ്പൊ നിങ്ങൾ കാണുക ഡൽഹിയിൽ ഒരു നജീരിക്കാരന് മയക്കുമരുന്ന് അയാളുടെ കയ്യിലുണ്ട്, ഒറ്റാണ് തല്ലണത്. ഒരു 5-10 ആൾക്കാർ ഈ കുറുവടി, വടി, ദണ്ടുകൊണ്ട് അടിക്കണം. നിങ്ങൾ കാണാം. ഇതൊരു മനുഷ്യന്റെ അടി അടിക്കുമ്പോൾ ആ മനുഷ്യന്റെ കരച്ചിലും നിങ്ങളത് കണ്ടു നിൽക്കാൻ പറ്റുണ്ടോ നോക്കുക. ഇതൊരു 5-10 മനുഷ്യരുടെ അടി. മരിക്കുന്ന സമയത്ത് ഈ ശിക്ഷയുടെ മലക്കുകൾ ഒക്കെപ്പാട് ചുറ്റും അടിക്കുമ്പോൾ ആ മനുഷ്യന്റെ റൂഹിന്റെ നിലവിളി ഇങ്ങനെ ഉണ്ടാവും. ആരും കേൾക്കില്ല, അറിയ. അതൊന്ന് കണ്ടു നോക്കി. മോഷണക്കുറ്റം ആരോപിച്ച് ഡൽഹിയിൽ നൈജീരിയക്കാരന് നേരെ വംശീയ അതിക്രമം. ഇരുമ്പുദണ്ടും വടിയും ഉപയോഗിച്ച് 10ഓളം പേർ യുവാവിനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. സംഭവത്തിൽ നൈജീരിയൻ എംബസി കേന്ദ്ര സർക്കാരിനോട് വിശദാംശങ്ങൾ തേടി. കാലും കൈയും കെട്ടിയിട്ടാണ് മർദ്ദനം ആരംഭിച്ചത്. പിന്നീട് പോസ്റ്റിൽ കെട്ടിയിട്ട് അക്രമം തുടർന്നു.
മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു നൈജീരിയൻ യുവാവിനെ ആൾക്കൂട്ടം നടുറോഡിൽ ക്രൂരമായി തല്ലിച്ചതച്ചത്. വംശീയ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായത്. അതില്ലേ ചിലപ്പോ അപ്പുറത്തേക്ക് ഇനി കാണാൻ കഴിയില്ല. ഒരു മനുഷ്യനെ ഏതാനും മനുഷ്യന്മാര് തല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ മലക്കുകൾ നോക്കണം, ഒരു മലക്കല എതിരിബോൻ ശിക്ഷയുടെ ഊക്കന്മാരായ മല്ലന്മാരായ അതിശക്തരായ ശിക്ഷയുടെ മലക്കുകളെ എല്ലാവരും ഇവിടെ അടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണം തന്നെ ശിക്ഷയായി മാറിയത്? മരണം തന്നെ ഒരു അദാബായി മാറി. എന്തുകൊണ്ടാ? നമ്മുടെ അള്ളാഹു തന്റെ ദാസന്മാരോട് അനീതി കാണിച്ചതല്ല. അള്ളാഹു അനീതി കാണിച്ചിട്ടില്ല. കാരണം അതാണ് കാരണം. നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി പാപങ്ങൾ ഒരുക്കി പാപങ്ങൾ ചെയ്തു. അപ്പൊ വില്ലൻ പാപങ്ങളാ അല്ലെ? വില്ലൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ വില്ലനെയും കൂട്ടുകൂട്ടി നടക്കണ്ടാന്ന് എന്ത് ചെയ്യാ? ഈ വില്ലന്മാരെ ശിക്ഷ നമുക്ക് മേടിച്ചു തരുന്ന വില്ലന്മാരില്ലേ, ഗുണ്ടകളാ. ഈ പാപങ്ങളെ നിങ്ങളും ഞാനും ചെയ്യുന്ന പാപങ്ങളൊക്കെ നമുക്ക് തന്നെ വിനയായി വരുന്ന ഗുണ്ടകളാ, വില്ലനാ. കൈയൊഴിയുക, പശ്ചാത്തപിക്കുക, ഒഴിവാക്കുക, അള്ളാഹിനോട് തൗബ ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കും. മഹാകാരുണ്യമാനാ. പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എല്ലാ പാപം അള്ളാഹ് പുറത്തു തരും. 100 ആളെ കൊന്ന ബോൺ ക്രിമിനൽ അവസാന നിമിഷത്തിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചപ്പോ അള്ളാഹ് സ്വീകരിച്ചില്ലേ? റഹ്മത്തിന് മലക്കടല്ലേ കൊണ്ടുപോയത്. അള്ളാഹ് അത്രക്ക് സ്നേഹ. നമ്മൾ ഒന്ന് അള്ളാഹിനോട് അടുത്താൽ അള്ളാഹു അതിലേറെ നമ്മളോട് അടുക്കുന്നവനാ. ഇല്ലെങ്കിൽ പ്രയാസ. നന്ദി കെട്ടവനായി, മുനാഫിക്കായി, കപടനായി, മ്ലേച്ഛാത്മാവായി, പാപങ്ങൾ കൊണ്ട് മലിനമായ ആത്മാവായിട്ട് ആ ഖബറിലെത്തിയാലേ നമ്മൾ മരിച്ചില്ലേ നോക്കണേ. എന്നിട്ട് നേരെ ബർസഖിലേക്ക് കൊണ്ടുപോകും. മുഅ്മിന്റെ അടുക്കലേക്ക് വന്ന പോലെ മുൻകർ നക്കീറും വരും, പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തും. അല്ലെങ്കിലോ ഇടുങ്ങിയിട്ട ഇരുട്ടുണ്ട്, ഭയാനകമാണ്. ഈ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഈ മനുഷ്യനെ പിടിമുറുക്കാവുന്ന ശിക്ഷകളുടെ ശബ്ദങ്ങളും അശരീരിയും ഒക്കെ ചുറ്റും ഇങ്ങനെ വലയം തീർത്ത് നിൽക്കുന്ന ഒരു ഭയാനകമായൊരു സിറ്റുവേഷൻ. മുഅ്മിനേക്കാളും ഭയം. ശബ്ദം ഭയം വരുമ്പോ എന്ത് ശബ്ദം വരില്ല, മറുപടി വരില്ല. ഈ മലക്ക് 2 മലക്കുകൾ ഇവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിരുന്നാ ആ മുഅ്മിനോട് ചോദിച്ചു പോലെ ഇന്ന് റബ്ബ് ആരാ എന്ന് ചോദിക്കുമ്പോഴാ ആ ഭയാണ്. ഈ വാക്ക് ഈ മനുഷ്യന് പറയാൻ പറ്റില്ല. ഭയം, ഭയം. എനിക്കറിയില്ല. ചോദിക്കും, ചോദ്യം തുടരും. നിന്റെ ദീന്, നിന്റെ ജീവിത മാർഗം ഏതായിരുന്നു? ധർമ്മപാത ഏതായിരുന്നു? മതം? അറിയില്ല. 3ാമത് ചോദിക്കും, ഈ മനുഷ്യനാരാ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട? മുഹമ്മദ് നബിനെയാണ്. അറിയില്ല. അറിയില്ല. എനിക്കറിയില്ല. ലാതിരി. അപ്പൊ നോക്കണേ, അവിടെ ശിക്ഷ ആരംഭിക്കേ. അള്ളാഹ് വിളിച്ചു പറയും, അവൻ പറഞ്ഞത് കളവ്. നോക്കണേ, ഖബറില് ഈ പ്രയാസപ്പെടുന്ന മറ്റൊരു അനുഭവം. അഫരിഷൂഹമിനാർ, തീക്കട്ട വിരിച്ചു കൊടുക്കാൻ പറയും. നരകത്തിന്റെ തീജ്വാല വിരിച്ചു കൊടുക്കാൻ പറയും. ആ തീജ്വാലയിലാ പിടിച്ച് കടത്തണത്. ഖബറിൽ തന്നെ നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കരിക്കുന്ന ശിക്ഷ അവിടെ ഉണ്ട്. തീജ്വാല വിരിച്ചു കൊടുക്കാന്, നാറ് വിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഇനി നാറിൽ കടത്തി, തീയിൽ കടത്തി, തീജ്വാലയിൽ കടത്ത് മാത്രമല്ല, 2 വൽബിസൂഹമിനാർ, തീയിന്റെ വസ്ത്രം അണിയിക്കാൻ പറയും. തീ വസ്ത്രം, ഇതുപോലെ നമ്മൾ തുണി കൊണ്ടിട്ട പോലെ തീ കൊണ്ടുള്ള, തീക്കട്ട കൊണ്ട് കവേർഡ് ആയിട്ടുള്ളൊരു വസ്ത്രം. എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞിട്ടില്ല. നരകത്തിലേക്ക് ഒരു ഡോറ് തുറക്കാൻ പറയും. ആ നരകത്തിന് മുഴുവൻ ചൂടും മുഷ്ണും ഒക്കെ ഇങ്ങോട്ട് കടന്നു വരും. അല്ലെങ്കിലോ തീക്കട്ടയിലാ കടത്തിയിട്ടുള്ളത്. തീയിന്റെ വസ്ത്രമാണ്, തീയിന്റെ ചൂടും വരിക. എത്രമാത്രം ആ മനുഷ്യൻ പ്രയാസപ്പെടും. ഈ മനുഷ്യന് മറ്റൊരു കാര്യം കൂടി കാണിച്ചു കൊടുക്കും. ആദ്യം ഈ മലക്കൾ സ്വർഗത്തിന്റെ ഒരു കവാടം തുറന്നിട്ട് കൊടുക്കും. നീ കുറച്ചാലൊക്കെ അള്ളാഹ് ദീന് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു. പിന്നെ ആ കൂട്ടുകാരെ, ഈ കൂട്ടുകാരെ, ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെയൊക്കെ നല്ല കുട്ടി, +1 അങ്ങോട്ട് എത്തി ആകെ പോക്കിരിയായി. സാഹചര്യം ആകെ മാറി. അവന്റെ മുടി മാറി, അവന്റെ കോലം മാറി, അവന്റെ പാൻറ് മാറി, ഒക്കെ മാറി. അപ്പോ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കും, നീ നന്മയുടെ വഴിയിലൂടെ പകുതി വന്നു, പക്ഷേ പിന്നീട് നീ പാപത്തിന്റെ വഴിയിലേക്ക് പോയി. നീ ആ നന്മ തുടർന്നിരുന്നെങ്കിൽ നിനക്ക് ഈ സ്വർഗമായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ നീ തിന്മയുടെ വഴിയിലേക്ക് പോയത് കൊണ്ട് അമ്മ ഇത് കഫർത ബിഹി,
നീ എന്നാൽ അള്ളാഹുവിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിഷേധിച്ചു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദലക ബിഹി മഖഅദൻ മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നരകത്തിലെ ശിക്ഷയാണ് ഒരുക്കി വെച്ചോണ്ട് നരകത്തിലേക്ക് ഒരു കവാടം അള്ളാഹു തുറന്നിട്ട് കൊടുക്കും. അങ്ങനെ മൊത്തം നരകത്തിന്റെ ചൂട് കൊണ്ടുള്ള ഒരവസ്ഥ. അതിന്റെ പുറമെയാണ് അതിന്റെ പുറമെ, അല്ലെങ്കിലോ ഈ ചുട്ടുപൊള്ള നരകത്തിന്റെ ചൂട്, അതിന്റെ പുറമെ ഇവന്റെ വാരിയെല്ലുകൾ കോർത്തു പോകുമാറ്, പൊട്ടിപ്പോകുമാറ് ഈ ഖബർ ഇങ്ങനെ ഞെരുക്കുക. ഈ ഹൈഡ്രോളിക് മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഈ ഈ ലോഹ പദാർത്ഥങ്ങൾ അടിച്ച് പരത്തുന്ന കണ്ടിട്ടില്ലേ? ഇപ്പൊ മണിക്കൂറിൽ 500 കിലോമീറ്ററിൽ ഓടുന്ന 2 ബുള്ളറ്റ് ട്രെയിൻ നിങ്ങൾ നിർത്തി, ഒന്ന് അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾ ഇടിച്ച് എങ്ങനെ ഉണ്ടാവും? ഈ ഭൂമിയിൽ അങ്ങനത്തെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഈ ഖബറിന്റെ ഇരു പ്രതലം എത്ര കടുപ്പുണ്ടാവും, എത്ര വേഗത്തിലായിരിക്കും ഈ ഇരുവശത്തേക്കും വരിക അറിയില്ല. ആ വാക്കിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ഈ ജീവിതം ഇവിടെ ഭൂമിയിൽ എങ്ങനെയാണ്? ശരീരം പ്രകടമാണ്, റൂഹ് മറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കുക. ബർസഖിലോ റൂഹ് പ്രകടമാകും, ശരീരം മറഞ്ഞു കിടക്കും. ക്ലിയർ? ഇനി പരലോകത്തോ രണ്ടും കട്ടയ്ക്ക് ഒപ്പാ. അതുകൊണ്ടാണ് പരലോകത്തിലെ സുഖം ഏറ്റവും രസകരമായി മാറുന്നത്. അങ്ങനെ അവിടെ ഒരു ശരീരം കൊടുക്കുന്നുണ്ട്, അതിലെ വാരിയെല്ലാം പൊട്ടിപ്പോകുമാറ് ഖബറിന്റെ ഇരുവശം അവനെ നെരുക്കിക്കൊണ്ടിരിക്കുക, അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുക. അത് ഖിയാമത്ത് നാൾ വരെ തുടരും. കഴിഞ്ഞിട്ടില്ല. അതിന്റെ പുറമെയാണ് മറ്റു ശിക്ഷകൾ ആരംഭിക്കുകയാണ്. ഇതൊക്കെ ആ പ്രഥമ നടയടിയാ പോലെ പ്രഥമ ശിക്ഷയാ. ശരിക്കുള്ള ശിക്ഷ ആരംഭിക്കണ് അതിന്റെ മുന്നോടിയായിട്ട് ആദ്യം അടിയ. ഒരു മലക്ക് വരും. ആ മലക്കിന് കണ്ണ് കാണില്ല, സംസാരിക്കില്ല, ചെവിയും കേൾക്കില്ല. എന്ന് വെച്ചാൽ ഒരു കരുണയില്ല. ഒരു കരുണ ലവലേശം തൊട്ട് തീണ്ടാത്ത പരുക്കൻ സ്വഭാവക്കാരനായ ഒരു മലക്ക് എന്നതിൻ്റെ ഒരു ആശയം. ആ മലക്കിന്റെ കയ്യിൽ മിർസബ, ഒരു വെപ്പൺ, ഒരു ചുറ്റിക ഉണ്ടാവും. അതിന്റെ പവർ എത്ര ഉണ്ടെന്നറിയോ? അതിന്റെ കനം അറിയോ? ആ ചുറ്റിക ഈ മലക്ക് ഭൂമി കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ. എന്നിട്ട് അത് പൊക്കാൻ വേണ്ടി രണ്ട് വർഗം, മനുഷ്യവർഗം ജിന്നുവർഗം, ഈ മലക്കിന്റെ കൈവശമുള്ള ശിക്ഷയുടെ മലക്കിന്റെ കൈവശമുള്ള ചിറ്റിക പൊക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ ജിന്നുവർഗം ഒരുമിച്ച് കൂടി. അപ്പൊ മനുഷ്യവർഗം തന്നെ എവിടെ നിന്ന് തുടങ്ങണം? ആദം നബി മുതൽ തുടങ്ങണം. പിന്നെ ലോകാവസാന സമയത്ത് പുറപ്പെട്ടു വരുന്ന ഒരു മഹാപോക്കിരികളുണ്ടല്ലോ, മനുഷ്യവർഗത്തിൽപ്പെട്ട തന്നെയാണ്. ഒരു ഹൈഡായ പ്ലേസിൽ ഇപ്പുണ്ട്, പൊട്ടിച്ച് പുറത്തു വരും. അവരും വരണ്ടേ? പിന്നെ മനുഷ്യന്മാർ ഹെവി വെയിറ്റ് സാധനം പൊക്കാൻ ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്. ഒരു സ്വിച്ച് ഇട്ടാൽ സുഖമായിട്ട് പോകും. ആ മെഷീൻസ് ഒക്കെ കൊണ്ടുവരാം. പിന്നെ ജിന്ന് വർഗം, അബുൽ ജിന്ന് അല്ലെ, ജിന്ന് പിതാവാണ് ഒരു ഇബ്ലീസ്. അവൻ മുതൽ തുടങ്ങി എല്ലാ ജിന്നുവർക്കും ഇവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഈ ഒരു മലക്കിന്റെ ചുറ്റികൊന്ന് പൊക്കാൻ നോക്കാണ്. അവർക്കത് പൊക്കാനാവില്ല. ഒരു സ്വൽപ്പം ഒന്ന് വെറുതെ ഒന്ന് ഇളക്കാൻ പോലും അവർക്ക് കഴിയില്ല. അപ്പോ ഈ മലക്ക് സിമ്പിളായിട്ട് അതെടുത്തിട്ടാ മരിക്കുമ്പോഴും തല്ലണത്. ആ ചിറ്റി കൊണ്ട് ഇനി അടിക്കണ പവർ എത്ര! ആ മലക്കറ്റഗാനം ജബലുൻ, ആ മലക്ക് ഭൂമിയിലെ ഏറ്റവും കടുപ്പമേറിയ ഒരു പർവ്വതത്തെ അതിന്റെ മുകളിലോട്ട് വെറുതെ ചെറുതായിട്ട് നമ്മളൊരു കടലാസ് മനസ്സിലോട്ട് കുട്ടിയുടെ മണ്ടക്ക് വെറുതെ തൊടുന്ന പോലെ ഈ മലന്റെ മുകളിലോട്ട് ഒരു അടി കൊടുത്താൽ ആ മല അടിവേരോടെ, മുകളിൽ കാണുന്നതിനേക്കാൾ അടിക്കുണ്ടാവും, അടിവേരോടെ തുറാവൻ ഔ റമീമൻ, ആ മല മുഴുവനായും അടിവേരോടെ ധൂളിയായി പൊടിഞ്ഞു പോകും. ഒരു മല ഒരൊറ്റടിക്ക് പൊടിഞ്ഞു പോകുമാറ് അതിശക്തമായ അടിയാണ് ഈ മലക്ക് അടിക്കാൻ പോകുന്നതാണ് നബി പഠിപ്പിക്കുന്നത്. തുറാബൻ, ഒരൊറ്റ അടി അടിക്കും, കരയാൻ പോലും ടൈം കിട്ടൂല, പൊടിഞ്ഞു പോകും. ചില ആക്സിഡന്റുകൾ കണ്ടിട്ടുണ്ടാവും. മണിക്കൂറിൽ ബൈക്ക് 250 കിലോമീറ്റർ. ഇതിനെന്താ സംഭവിച്ചത്? കോരിയെടുത്തു, എന്നിട്ട് കവറിലിട്ടിട്ട് 2 കിലോ ഇറച്ചി കൊണ്ടുപോകണ പോലെയാണ് ആക്സിഡന്റിന് ശേഷം അയാളുടെ ബോഡി കൊണ്ടുപോയത്. ചിലത് കിട്ടിയില്ല, ഇടിയുടെ അടിയുടെ അമരം കൊണ്ട്.
ഈ മനുഷ്യൻ പൊടിഞ്ഞു, മരണല്ല. റൂഹ് മടക്കി കൊടുക്കും. ഇത് ടെസ്റ്റ് ഡോസാ. ശരിക്കുള്ള അടി പിറകെ വരുന്നുള്ളത്. ചില ഇഞ്ചക്ഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാലേ ഇഞ്ചക്ഷൻ ഇടൂലേ, അപ്പൊ അവരെന്ത് ഇഞ്ചക്ഷൻ ഇട്ടിട്ട് റൗണ്ട് ചെയ്തിട്ട് എത്ര മിനിറ്റ്, ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയില്ലേ? അതിന്റെ അർത്ഥം എന്തിനും വല്ല റിയാക്ഷൻ ഉണ്ടോ നോക്കട്ടെ. ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ ഈ അടി? ടെസ്റ്റ് ഡോസാ. ഇതിങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള അടി പിറകെ വരും. നോക്കണേ, മറ്റൊരു അടി അടിക്കും. അപ്പോഴാണ് ആ മനുഷ്യൻ ആർത്തട്ടഹസിക്കും. അടിയുടെ വേദന അനുസരിച്ച് കരച്ചലിന്റെ ശബ്ദം പുറത്തു വരിക അല്ലെ? ഈ മനുഷ്യന്റെ കരച്ചലിന്റെ ശബ്ദം ആ കരച്ചലിന്റെ ശബ്ദം കേൾക്കും. മനുഷ്യ ജിന്നുവർഗം ഒഴികെ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ആകാശലോകത്തെ മുഴുവൻ സൃഷ്ടികളും കേൾക്കുമാർ ഉച്ചത്തിൽ വാവിട്ട് നിലവിളിച്ച് കരയും. ഇങ്ങനെ ഉണ്ടാവും. നേരത്തെ ഒരു നൈജീരിയക്കാരൻ അടിക്കുന്നുണ്ടല്ലേ, ആ മനുഷ്യൻ മരിച്ചില്ല കേട്ടോ, ഹോസ്പിറ്റലൈസ് ചെയ്തു. എന്നാൽ നമ്മുടെ ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഒരു ദളിതൻ ഒരു ഉന്നത ജാതിക്കാരന്റെ കമ്പനിയിൽ എന്തോ കയറിയതിന് ഇടുപ്പില് കയറിട്ട് ഹാങ് ചെയ്ത് തൂക്കി പിടിച്ചിട്ട് അടിച്ച് കൊല്ലുന്നുണ്ട്, മരിച്ചു. എങ്ങനെ ഉണ്ടാവും? ഒരു മനുഷ്യന് അടി കൊണ്ടിട്ട്. അപ്പൊ ആ ഖബറില് ആ മലക്കിന്റെ അടിയേൽക്കും എങ്ങനെ ഉണ്ടാവും? ആ രംഗം ഒന്ന് കാണാല്ലേ? എന്നാലല്ലോ നമ്മുടെ ഉള്ളിൽ കണ്ട് തട്ടുള്ളൂ. ഒരു മനുഷ്യന്റെ അടി ഇങ്ങനെ ഉണ്ടെങ്കിൽ മലക്കിന്റെ അടി എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കും. അതോടൊപ്പം ഇവിടെ ഭാരതം ഉണ്ടാകണം എന്നാണ്. ഭാരതം ഉണ്ടായാൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്നു കൂടിയാ. ഇവിടത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹൈന്ദവരെയാണ് ആദ്യം പിടിക്കവര്. ഇപ്പൊ മുസ്ലിങ്ങളെ മുന്നിൽ വെക്കും. അത് തീർന്ന അവരെയും പിടിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലത് 1947 ഓഗസ്റ്റ് 15 നമുക്ക് നേടിത്തന്ന ഇന്ത്യ തന്നെ, മതേതര ഇന്ത്യ തന്നെ നമുക്ക് മതി. അത് കാത്തു സൂക്ഷിക്കുക. മതി. ആ ഹാങ് ചെയ്ത് പിടിച്ചത് എന്തിനാ അറിയോ? അടി കൊണ്ട് തളരുമ്പോ വീഴൂലേ, വീഴരുത്. അപ്പൊ എന്ത് ചെയ്യും? വീഴുമ്പോ വീണ്ടും ടൈറ്റ് ചെയ്യുക, അങ്ങനെ തൂക്കിയിട്ടടിക്കുക. അവസാനം മരിച്ചു അയാൾ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോ ആ ഖബറിലോ മലക്കടിക്കണത് ഒരു മല അടിച്ച് മണ്ണാക്കാവുന്ന, ഒരൊറ്റടിക്ക് മണ്ണാക്കാവുന്ന അതിശക്തമായ അടികളാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ കരച്ചിൽ നിങ്ങൾ നോക്കണേ. ആ കരച്ചിൽ നോക്കി എന്താ പറഞ്ഞത്? ഇവിടെ ഈ വാക്ക് വായിക്കി. ആരൊക്കെ കേട്ടത്? ആരൊക്കെ വായിക്കി? ഖൽഖുല്ലാ എന്നല്ലേ പറഞ്ഞത്? അള്ളാന്റെ ഏതൊക്കെ സൃഷ്ടികളുണ്ട്? 7-ാം മാനലോകത്തെ അങ്ങേ അറ്റത്തെ സിദ്ര മുൻതഹയിലാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. 7-ാം മാനലോകത്തെ അങ്ങേ അറ്റത്തെ വൃക്ഷം. അത് മുതൽ എല്ലാ സൃഷ്ടികളും കേൾക്കുമാർ ഉച്ചത്തിൽ കരടി. എമ്മാതിരി കരച്ചില എന്റെ കൂട്ടരെ. നിങ്ങൾ ഈ കാക്കനാടുന്ന് വേദനിച്ചിട്ട് കരഞ്ഞ എത്ര ദൂരത്തേക്ക് കേൾക്കും ആ ശബ്ദം? മൈക്കേൽ എന്നാലും എത്ര ദൂരം കേൾക്കും? നമ്മുടെ തൊട്ടടുത്ത് സ്ഥലം പറയും, തൊട്ടടുത്ത് കുറച്ചപ്പുറത്ത് ഒരു സിറ്റി, വാഴക്കാട് അല്ലെ? അവിടേക്ക് കേൾക്കുവോ? പോട്ടെ, എറണാകുളം ടൗണിലേക്ക് കേൾക്കുവോ? അപ്പൊ ഈ മനുഷ്യന്റെ കരച്ചിലിന്റെ ശബ്ദം എവിടെ മുഴങ്ങിയത്? 7 മാനലോകങ്ങൾ മുഴങ്ങി കേൾക്കുമാർ ഉച്ചത്തില. അമ്മാതിരി അടിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നാലെ കഴിഞ്ഞിട്ടില്ല, അതാ വരുന്നു ഒരു ദുർഗന്ധം വമിക്കുന്ന, വളരെ ഖബീഹുൽ വജ്ഹ്, വളരെ മോശമായ മ്ലേച്ഛ മുഖധാരി, ഖബീഹു സിയാബ്, മോശവേഷം, വസ്ത്രം ധരിച്ച്, മൻതനുരീഹ്, ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അളിഞ്ഞു നാറുക, ശവം നാറുന്നതിനേക്കാളും നാറ്റം. നിങ്ങൾ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടോ? ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ? ചില സമയത്ത് ഈ അണ്ണാച്ചിമാരും കൂടെ കേറിയ ആകെ തിരക്കും, ബാത്റൂം ആണെങ്കിൽ പോയി നാറിയിട്ട് എങ്ങനെ ഉണ്ടാവും? പോട്ടെ,
നിങ്ങളുടെ വീട്ടിൽ എവിടെയോ പല്ല് ചത്തു, എവിടെയോ അടിയില, നാറൂലേ? നാറൂലേ? നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഒന്ന് നോക്കി മനുഷ്യ ഓരിങ്ങളെ ഇജ്ജും നോക്കുന്ന അങ്ങോട്ടും മക്കളൊക്കെ പാടെ കൂട്ടത്തെ ഈ ചെറിയൊരു പല്ല് ചത്ത നാറ്റം പോലും നമുക്ക് സഹിക്കില്ല. ശവം, ഈ മനുഷ്യന്റെ ദേഹത്തിന് ശവം നാറുന്നത് പോലെ ദുർഗന്ധം വരുന്നുണ്ടാവും. ഈ മനുഷ്യൻ വന്നിട്ട് ഈ മ്ലേച്ഛാത്മാവിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കും. മുഖമോ കാണാൻ വളരെ ദുർഗന്ധവും വളരെ മോശം, കാണാൻ ഒരു ചേലുമില്ല. അപ്പൊ ഈ മനുഷ്യൻ പറയുന്നത് നീ ആരാ, നീ ആരാ? അപ്പോ ഈ മ്ലേച്ഛ രൂപം പറയുന്നുണ്ട്, ദുർഗന്ധമയക്കുന്ന രൂപം പറയുന്നുണ്ട്, അബിഷർ ബില്ലതി യസൂഖ്, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി വന്നതാ, വിഷമിപ്പിക്കാൻ വന്നതാ. അള്ളാഹു വാഗ്ദാനം ചെയ്ത ദിവസം അത്. ഞാൻ ആരാ അറിയണ്ടേ? ഞാൻ അമലുക്കൽ ഖബീസ്, നീ ഭൂമിയിൽ ചെയ്ത മ്ലേച്ഛത്തരങ്ങളാ, പാപങ്ങളാ, കുറ്റകൃത്യങ്ങളാ അനുഭവിക്കുക. അള്ളാഹു സ്നേഹത്തോടെ പറഞ്ഞല്ലേ, ഒഴിവാക്ക് ഒഴിവാക്ക്, പാപങ്ങൾ ഒഴിവാക്കിയിട്ട് വന്ന് നീ ആ പാപത്തോടെ വന്നു. ആ പാപത്തെ ഒരു ദുർഗന്ധം, നിങ്ങൾക്ക് ദുർഗന്ധവും പ്രയാസവും അനുഭവിക്കുന്ന മോശ രൂപത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് പാർപ്പിക്കും. എങ്ങനെ ഉണ്ടാവും? ഒരു റൂമില് ഒരാഴ്ച നിങ്ങൾ പാർക്കണം. പാർക്കോ? ഒരു റൂമില് പാർക്കാൻ പറ്റൂലേ? ഒരാഴ്ച പാർക്കോ? പക്ഷെ ഞാന് ഒരു ചത്ത ഒരു 3 ദിവസം പഴക്കമുള്ള ചത്ത 10 പട്ടിണി, ഒരു ചത്ത കുറേ 10 ദിവസം പഴക്കമുള്ള 3 ദിവസം പഴക്കമുള്ള കുറേ മറ്റു പല ജീവികളെയും കൊണ്ടുവന്നിടും, 10-100 കൊണ്ടുവന്നിടും. അതിന്റെ ഇടയിൽ ഈ ചത്ത അളിഞ്ഞ് പുഴുക്കളിരിക്കുന്നതിന് മുകളിൽ ഒരാഴ്ച ഇങ്ങനെ അതിന്റെ മണമൊക്കെ അനുഭവിച്ച് നന്നായിട്ടിരിക്കണം. പറ്റുമോ? 6 ദിവസം, ഒരു ദിവസം, ഇന്ന് എത്ര പറ്റും പറയും? അപ്പൊ ആ മനുഷ്യനോ എത്ര കാലം കഴിയണം? എത്ര കാലം? ഒരാഴ്ചയല്ല, പുനരുജ്ജീവനം വരെ. അപ്പൊ ഈ മനുഷ്യൻ അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഈ ഖബർ എങ്ങനെയാണെങ്കിൽ ഇനി ഇത് കഴിഞ്ഞാൽ നരക ഇതിനേക്കാളെ ഭീകര. അതുകൊണ്ട് ആ മനുഷ്യൻ പറയും, റബ്ബി ലാ തുഖ്മി സ്സാ, ലോകം അവസാനിപ്പിക്കല്ലേ, ഇതെന്നെ സഹിക്കാൻ വയ്യ, ഇനി നരകത്തിലെ ശിക്ഷ ഇതിനേക്കാളും ഭയാനക. അങ്ങനെ ആലോചിച്ച് നോക്കാം. എന്തേ ഇങ്ങനെ പ്രയാസപ്പെടാനുള്ള കാരണം അറിയോ? നേരത്തെ ഈ പാപിയായ മനുഷ്യനെ ചോദ്യം ചെയ്തില്ലേ? അപ്പൊ ഈ മനുഷ്യന് മറുപടി ഇല്ലല്ലോ. ശിക്ഷകൾ തുടങ്ങുന്നതിന് മുമ്പ് മുൻകറും നെക്കീരും 3 വാക്ക് പറഞ്ഞിട്ട് പോകും. പിന്നെ ശിക്ഷകളൊക്കെ മറ്റു മലക്കുകളെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, അല്ലേ? അപ്പോ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ശിക്ഷയുടെ കാരണം പറഞ്ഞു. ഒന്ന്, ആ മുൻകർ നക്കീർ പറഞ്ഞിട്ട് ലാ അതിരി, എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോ മുൻകർ നക്കീർ ലാ ദറൈത വലാ തലൈത വലാ ഹത്തദൈത, അതാ കാരണം, ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം. ഇത് ശ്രദ്ധിച്ചോളി, 3 വാക്കാ പറഞ്ഞത്. ഒന്നെന്താ? ലാ ദറൈത എന്ന് വെച്ചാൽ ലാ ഫഹിംത വലാ ഖറഅത്തൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയില്ല, ഖുർആൻ വായിച്ചില്ല. ഒന്നേ കുറ്റം. വായിക്കേണ്ടിയിരുന്നു, കേൾക്കേണ്ടിയിരുന്നു, കേട്ടാൽ നന്നാകണമെന്ന് തോന്നും. അങ്ങനെ 2, വലാ തലൈത വലത്തബഅത മൻ യദ്രിൽ ഹഖ്, നീ മനസ്സിലാക്കിയ സത്യത്തെ 2 പിൻപറ്റിയില്ല, രണ്ടാമത്തെ കുറ്റം. 3 ഏതൊക്കെയാണ്? 1, ഖുർആൻ ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല. 2, മനസ്സിലാക്കിയ സത്യമനുസരിച്ച് പിൻപറ്റിയില്ല, അതിന് പിൻപറ്റിയില്ല. 3, സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിലായില്ല. നമ്മൾ ആരുടെ കൂടെ ചേരണം? സന്മാർഗികളുടെ കൂട്ടത്തിൽ നിൽക്കണം. ക്ലാസും ദീനും പള്ളിയും ജമാത്തും അങ്ങനെ സന്മാർഗികളായ നല്ല കൂട്ട്, നല്ല ബന്ധങ്ങളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ നിൽക്കേണ്ടിയിരുന്നു. നിങ്ങൾ നിന്നില്ല. നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ? ഖുർആനിന്റെ ദീനിന്റെ നല്ലൊരു പഠിതാവാകണം. ഖുർആനുമായിട്ട് നിരന്തര ശക്തമായ ബന്ധം ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിലോ ആ ഖുർആൻ ഓതി ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും. അങ്ങനെ ഖുർആനുമായി നിരന്തരമായി ഖുർആനുമായി ബന്ധപ്പെട്ട് നന്മകൾ പ്രവർത്തിച്ച ഒരു ഉസ്താദയാണ്, കുട്ടികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദയാണ് ഉസ്താദ തസ്ലീമ. ഇവരുടെ പേര് തസ്ലീമ, ഉസ്താദയാണ്. മാത്രമല്ല ഇന്തോനേഷ്യയിലെ ഒരു പള്ളിയാണ് മസ്ജിദ് ബർക്കത്ത് ഷാഫിഇയ്യ. ഈ പള്ളിയിൽ ഉമ്മമാരൊക്കെ പാടെ, സഹോദരിമാരൊക്കെ പാടെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഡെയിലി ഖുർആൻ ഓതിട്ട് ഖത്തമുൽ ഖുർആൻ. നമ്മൾക്കൊക്കെ ഈ ഖത്തമുൽ ഖുർആൻ എപ്പോൾ മാത്രമേ പരിചയമുള്ളൂ? ഇപ്പൊ കട്ടത്തേറ്റ് വെച്ചിക്ക്
കേറ്റിക്കോളി. ഖബർ ശിക്ഷന്റെ കാരണം എന്താ പറഞ്ഞത്? ഖുർആൻ ഓതിയില്ല, മനസ്സിലാക്കിയില്ല എന്നാ. അത് മരണം വരെ തുടരും. ഇവര് ഡെയിലി പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് ഖുർആൻ ഹത്തം തീർക്കും. വീട്ടിൽ നിന്ന് വേറെ ഉണ്ട്. അങ്ങനെ ഇവരുടെ ഊഴം പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി തീർത്തിട്ട് പിന്നെ രണ്ടാമത് തുടങ്ങാണ്, ഹത്തം തുടങ്ങി വെക്കുകയാണ് അല്ലെ, അടുത്ത ഹത്തമിന്. അപ്പൊ ഏതാ ഓതുക? സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്തുൽ ബഖറ ഫസ്റ്റ് പേജ്, ആ റൗണ്ടുള്ള 5 ആയത്തുള്ള ഭാഗം ഓർമ്മയില്ല ആ പേജ് അല്ലെ? അതിൽ 5-ാമത്തെ ആയത്ത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഓതേണ്ടത് ഏത് വചന? 6-ാമത്തെ ആയത്തല്ലേ? പക്ഷെ അപ്പോഴേക്കും ഇവർക്ക് മരണം വന്നു. നേരെ സൂറത്തുൽ ബഖറ 5 കഴിഞ്ഞ് മരണത്തിലേക്ക് വീഴുമ്പോ ആ നേരെ സ്കിപ്പ് ചെയ്ത് സൂറത്തുൽ ബഖറ 163-ാമത്തെ ആയത്ത് അവർ ഓതി, ഫുള്ളാക്കിയില്ല. സൂറത്തുൽ ബഖറ 163-ാമത്തെ ആയത്തിന്റെ പ്രത്യേകത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉദ്ഘോഷിക്കുന്ന ആയത്താ. അള്ളാഹിനെ പറ്റി മാത്രം പറയണത്. വഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇപ്പോഴേക്കും അവർ മരണത്തിലേക്ക് വീണു. ചിലപ്പോൾ മരിക്കുമ്പോ തൊട്ടടുത്ത് ലാ ഇലാഹ ഇല്ലാഹു, അതന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർ റഹ്മാനുർ റഹീം. ഈ മരണസമയത്ത് ഈ ഖുർആന്റെ ഇത്രയും ആയത്തുകളിൽ തൗഹീദിന്റെ ആയത്ത് ഫൈൻഡ് ചെയ്തെടുക്കണ്ടേ? വേണ്ടേ? മൊത്തം ഈ 6,000 ആയത്തിൽ തൗഹീദ് അള്ളാഹിനെ പറ്റി മാത്രമാണ് ആയത്തിനെ സെലക്ട് ചെയ്തെടുക്കുക. അനുനിമിഷത്തിൽ മരണം നമ്മൾ കാത്തുക്കൂല. ഇത് അള്ളാന്റെ ഒരു തൗഫീഖാ. നമുക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഖുർആനുമായിട്ട് നിരന്തര ബന്ധമുണ്ടാകണം. بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد ഇത് അവരുടെ ജനാസയാണ്. അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. നമ്മൾ കുടുംബസമേതം ഖുർആന്റെ ഒരു പഠിതാവാകണം. രക്ഷപ്പെടാൻ നോക്കണേ. നബി പറഞ്ഞില്ലേ, ഖബറ പരലോകത്തിലേക്കുള്ള ആദ്യ വീടാ. ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ആദ്യ വീടാ. നമ്മൾ വീട്ടിൽ കയറുമ്പോ ആദ്യം എവിടെ കയറി നിൽക്കണം? വീട്ടിൻ്റെ ഉള്ളിൽ പരലോകത്ത് കയറണം അല്ലേ? ഒരു വീട്ടിലേക്ക് തന്നെ ആദ്യം എവിടെ കയറി നിൽക്കണം? വീടിന്റെ സെറ്റ് ഔട്ട് കയറി നിൽക്കും. എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കും. വീട്ടുടമ ഡോറ് തുറക്കും. അപ്പൊ പ്രവേശിക്കല്ലേ? ഇതുപോലെ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരലോകത്തിന്റെ സിറ്റ് ഔട്ട് കയറി നിന്നു. അവിടെ അള്ളാഹു ആ സൂറിൽ 2ാമത് ഊതുമ്പോ പരലോകത്തിലേക്ക് പുനരുജ്ജീവനത്തിന് ഡോറ് തുറക്കും. ഉറപ്പാണ് അവിടെ എത്തും. അങ്ങനെ ആ ആദ്യ വീടായ ഖബറിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്വീകരണം ലഭിക്കുന്ന അങ്ങനെ ആയിരിക്കും പിന്നീടല്ലേ ലോകം. നബി പറയുന്നുണ്ട്, നോക്കണേ, അവിടെ രക്ഷപ്പെട്ടാൽ അതിനുശേഷമൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും, സുഖമായിരിക്കും, യാതൊരു ബേജാറും വേണ്ട. പ്രത്യേകം ഓരോ കുറ്റത്തിന് വേറെ ശിക്ഷ ഉണ്ട്. ഇതൊരു ലോകമാണ്, ശിക്ഷിക്കപ്പെടുന്ന മറ്റൊരു മറഞ്ഞ ലോകം. നോക്കണേ, ഇനി ഒരു ദീർഘമായൊരു യാത്ര പോകുകയാണ് നമ്മൾ നബിന്റെ കൂടെ. ഇനി പറയാൻ പോകുന്നതൊക്കെ നമ്മൾ ഹദീസുകൾ നിങ്ങൾക്ക് അവിടെ വായിക്കാം. ആശയങ്ങൾ പറഞ്ഞു, സമയക്കുറവുണ്ട്. ഒരിക്കൽ നബിന്റെ അടുക്കൽ 2 മലക്ക് വന്നു. ഇന്നഹു ലൈലത്ത ആത്തിയാനി. 2 മലക്കൾ എൻ്റെ അടുത്തേക്ക് ഒരു രാത്രി വന്നു, എന്നെ വിളിച്ചു, ഉണർത്തിയിട്ട് പറഞ്ഞു, നബിയെ ഒരു യാത്ര പോണം. നബി പറയണ, ഞാൻ ആ 2 മലക്കിന്റെ കൂടെ യാത്ര പോയി. നിങ്ങൾ പോയിട്ട് എവിടെ എത്തിയത്? ഇതാ
ഞങ്ങള് ഒരാളിങ്ങനെ കടക്കുന്നുണ്ട് നോക്കണേ. അയാളുടെ തലഭാഗത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. നോക്കണേ, അലൈഹി ബിസ്വഹറ. ഈ തലഭാഗത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ വലിയൊരു പാറക്കഷ്ണം ഉണ്ട്. എന്നിട്ട് എന്താ ഇയാൾ ചെയ്യുന്നത്? കിടക്കുന്ന ആളുടെ തലയിലേക്ക് എന്ന് വെച്ചാൽ വളരെ ഉയരത്തിൽ നിന്ന് ഈ കിടക്കുന്ന ആളുടെ തലയിലേക്ക് ഈ കല്ല് ഒരൊറ്റ ഈ തലയിൽ വീഴുമ്പോ നിങ്ങൾ എന്തൊക്കെ പേടിയാ? ഈ കല്ല് വരുമ്പോ തലയിലേക്ക് ഇത് ഒഴിഞ്ഞു പോകാൻ പറ്റൂല. നമ്മുടെ നിയന്ത്രണ അധികാരം പോയി. അള്ളാഹു ഒരു ഭാഗത്ത് കടത്തിയാൽ കടക്കന്നെ. ദുനിയാവിൽ നമ്മുടെ നേരെ കല്ല് വരുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാം? മാറാം, ഓടാം. ഇപ്പൊ തൽക്കാല സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ പോയി. ഇവിടെ വലിയ സ്വാതന്ത്ര്യവാദികളില്ലേ, അവിടെ പോകുമ്പോ അറിയാം. അവരുടെ നാവട്ടടക്കല് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? വഞ്ചിതരാവണ്ട, അവരുണ്ടാവൂല. അള്ളാഹു ഒരാളെ കടത്തിന്നാ പറഞ്ഞത്, അനങ്ങാൻ പറ്റൂല. ഇയാളുടെ ഭയം എന്തൊക്കെയാണ്? ഈ കല്ല് വരുമ്പോ തലക്ക് വീഴാൻ വരുമ്പോഴുള്ള പേടി. രണ്ട്, നോങ്ങനെ തല വീണിട്ട് തല ഉടയുക. അപ്പൊ ഉടയുമ്പോഴുള്ള വേദന, കല്ല് ഉരുണ്ടുപോകും. അപ്പൊ ഈ എറിഞ്ഞ ആളെന്ത് ചെയ്യും? വേഗം കല്ലിന്റെ പിന്നാലെ പോയിട്ട് ഈ കല്ലെടുത്തിട്ട് കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇയാളുടെ ഉടഞ്ഞ തല പഴയ കോലത്തിലാവും. പിന്നെയും ഉയരത്തിൽ കയറി നിന്നിട്ട് എന്ത് ചെയ്യും? ഇയാളുടെ തലയിലേക്ക് വീണ്ടിടും. നബി ഒരു വാക്ക് പറഞ്ഞു, ഇത് ഖിയാമത്ത് നാൾ വരെ തുടരും. ചില ഭാഗത്തൊക്കെ ലോകാവസാനം വരെ, ചില ഭാഗത്ത് പുനരുജ്ജീവനം വരെ. അതാണിത്. ഖബറിലെ ശിക്ഷയാണ്, പുനരുജ്ജീവനത്തിന് മുമ്പാ. അപ്പൊ നബി ഇത് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ്, നബി തന്നെ ബേജാറായി. മഹാദാനി, ഇവർ രണ്ടാൾ ആരാ? എന്ത് കുറ്റത്തിനാ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആ സംഭവത്തിന്റെ അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രണ്ട് കുറ്റത്തിനുള്ള ശിക്ഷയാണ്. ഒന്ന്, ഈ മനുഷ്യൻ ഖുർആൻ പഠിച്ചു, യഅഖുദുൽ ഖുർആന, എന്നിട്ടോ എന്നിട്ട് ഖുർആൻ അനുസരിച്ച് ജീവിച്ചത് തള്ളിക്കളഞ്ഞു. ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തതിനുള്ള ശിക്ഷയാണ്. രണ്ട്, നോക്കണേ, യനാമു അൻ സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാര സമയത്ത് ഉറങ്ങി തീർത്തു. നിർബന്ധ നമസ്കാര സമയത്ത് തലയിലേക്ക് എന്ത് ചെയ്തു? ബെഡിലേക്ക് എന്ത് ചെയ്തു? ഭാരം, കനം തൂങ്ങിയതാ അതിന്റെ കാരണം. സുബ്ഹാനല്ലാഹ്. നോക്കണേ, കഴിഞ്ഞിട്ടില്ല, യാത്ര പോകണ്. പിന്നെ ഞങ്ങളിങ്ങനെ പോയി. അങ്ങനെ എത്തിയത് ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. അയാളുടെ തലഭാഗത്ത് വേറൊരാളുണ്ട്. ഈ നിൽക്കുന്ന ആളുടെ കയ്യില് നോക്കണേ കല്ലൂബ് മിൻ ഹദീദ്. ഈ കല്ലൂബ് പറഞ്ഞ ഈ മൊന വളഞ്ഞ ഷാർപ്പായ ഈ ഇറച്ചിയൊക്കെ തൂക്കാൻ വേണ്ടി ഇടുന്ന ഒരു വളഞ്ഞ മൂർച്ചയുള്ള ഇരുമ്പിനാണ് എന്ത് പറയാ? കല്ലൂബ് എന്ന് പറയാം. ഇതുകൊണ്ട് ഇയാൾ എന്താ ചെയ്യണമെന്നറിയോ? ഈ മനുഷ്യന്റെ, പാപിയായ മനുഷ്യന്റെ വായല്ലേ, കടവായിലേക്ക് കൊളത്തിയിട്ട് വലിച്ചിട്ട് പെരടി വരെ കീറുക. മൂക്കിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് മൂക്കിന്റെ ഉള്ളിലേക്ക് ഈ വളഞ്ഞ മൂർച്ചുള്ള ഈ ഇരുമ്പിന്റെ ആയുധം കുത്തിയിട്ട് പെരടി വരെ കുത്തിക്കീറ. പിന്നെ ഈ വളഞ്ഞ സാധനം കണ്ണിലേക്ക് ഒറ്റ കുത്ത, എന്നിട്ട് പെരടി വരെ കീറ. എന്നിട്ട് ഈ ഭാഗം പൊളിഞ്ഞു, മറ്റേ ഭാഗത്ത് പൊളിക്കാൻ വേണ്ടിയിട്ട് മാറ്റും. എന്നിട്ട് ഈ ഭാഗം പൊളിച്ചു കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? ഈ പഴയ ഭാഗം ജോയിന്റ് ആവും. പിന്നെ വീണ്ടും ഈ ഭാഗം എന്ത് ചെയ്യും? കുത്തിക്കീറും. അപ്പോഴേക്ക് മറ്റേ ഭാഗം ജോയിന്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെയും ഇരുവശം വായും മൂക്കും കണ്ണും പെരടി വരെ കീറിപ്പൊളിച്ചോണ്ടിരിക്കുക, വെട്ടിപ്പൊളിച്ചോണ്ടിരിക്കുക. അപ്പൊ നബി ചോദിച്ചു, ഇതിന് എന്ത് കുറ്റത്തിനാ? അപ്പോ നബി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഈ മനുഷ്യൻ രാവിലെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് ചക്രവാളം ചുറ്റിക്കറങ്ങിയിട്ട് നല്ല ബടായി അടിച്ച് നടക്കും. നുണ. ചില മനുഷ്യന്മാർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് നുണയും കുനിറ്റും കുന്നായ്മയും ഏഷണിയും പരദോഷവും പറഞ്ഞുകൊണ്ട് നടക്കും. അവർക്കുള്ള ശിക്ഷയാ. അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്തെത്തി. നോക്കണേ, മിസിലെ തന്നൂർ, ഒരു അടുപ്പ് പോലെ. ഈ തന്നൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ പ്രത്യേകത, ഈ ഹുബൂസ്, ഗൾഫ് രാജ്യത്തെ ഹുബൂസിന് ഒരു അടുപ്പുണ്ട്. മുകൾ ഭാഗം ഇടുങ്ങിയതാവും, അടിയിലോട്ട് പോകുമ്പോൾ നല്ല വിസ്തീർണം ഉണ്ടാവും, അടിയിൽ നിന്ന് തീ കത്തും. ഇതാണ് തന്നൂർ. അപ്പൊ അതുപോലത്തെ ഒരു അടുപ്പ്, അതിന്റെ ഉള്ളില് കുറെ നഗ്നരായ സ്ത്രീ പുരുഷന്മാര് നിലവിളിക്കും. അപ്പൊ ഞങ്ങൾ എത്തി നോക്കിയപ്പോഴോ ഇതിന്റെ അടിയിൽ നിന്ന് തീ ഇങ്ങനെ കത്തും. തീ ഇവരുടെ ദേഹത്ത് പറ്റുമെന്തെയും
ഇവരിന് മുകളിലോട്ട് കയറാൻ നോക്കും. പക്ഷെ ഇത് സ്ലോപ്പാ. മുകളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെരുവാ. അപ്പൊ എന്ത് ചെയ്യും? ഇവർ എവിടെ തന്നെ വീഴും? തീയിൽ തന്നെ വീഴും. മുകളിലോട്ട് ചാടി രക്ഷപ്പെടാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അടുപ്പ്. അപ്പൊ ഇവര് തീ പിടിച്ചിട്ട് അവര് നിലവിളിക്കും. അപ്പൊ ഇനി ഉപയോഗിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു, ഇവര് ഭൂമിയിൽ വ്യഭിചാരികളും വ്യഭിചാരിണികളാണ്. നമ്മൾ ആലോചിക്കണം, ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന കാലം കുത്തഴിഞ്ഞ ലൈംഗിക ആഭാസങ്ങൾ നിറഞ്ഞ ലോകത്താണ്. ശ്രദ്ധിച്ചോളൂ. കുത്തഴിഞ്ഞ മോശമായ ലൈംഗിക ജീവിതം അല്ലെ, ലൈംഗിക ആഭാസങ്ങൾ, വ്യഭിചാരം അല്ലെ പോലുള്ള പാപത്തിൽ വീണുപോയ ആണും പെണ്ണിനുള്ള ശിക്ഷയാണ്. പിന്നീട് ഇങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് രക്തപ്പുഴയല്ല, അഹ്മർ, ഒരു ചുവന്ന പുഴ, രക്തത്തിന്റെ നിറം, മിഥിലദ്ധം. അപ്പൊ അതിന്റെ നടുവിൽ ഒരാളിങ്ങനെ കരക്ക് നീന്തി വരുന്നുണ്ട്. അപ്പൊ ഈ കരക്ക് കുറെ കല്ലും കൂട്ടി വെച്ച്, ഹിജാറത്തും കെട്ടിയ കുറെ കല്ല് കൂട്ടിച്ച് ഒരാളിങ്ങനെ കരക്ക് ഇരിക്കുന്നുണ്ട്. ഈ രക്തത്തിന് നിറമുള്ള പുഴയിൽ ആളിങ്ങനെ കരക്കെത്തുമ്പോ ഇയാൾ എന്ത് ചെയ്യും? കരക്കുള്ള ആള് ഒരു കല്ലെടുത്ത് ഇയാൾ വായിലേക്ക് ഒരൊറ്റ ഏറ, യുൽഖിമു ഹജർ എന്ന് പറഞ്ഞാൽ വായിക്ക് ഒരൊറ്റ ഏറ. വായിക്കുള്ള ഏറുകൊണ്ട് ഈ മനുഷ്യൻ ഈ രക്തപ്പുഴയുടെ നടുവിലേക്ക് തന്നെ പോയി വിടും. ഈ കല്ല് വിഴുങ്ങണം. പിന്നെ കിതച്ച് എന്ത് ചെയ്യും? വീണ്ടും കരക്ക് വരുമ്പോഴൊക്കെ ഈ കല്ലുകൊണ്ട് വായെ കെറിഞ്ഞങ്ങടാട്ടും. ഈ കല്ലിങ്ങനെ എന്ത് ചെയ്യണം? തിന്നേണ്ടി വരും. അതിന്റെ പുറമെ ഈ രക്തത്തിന്റെ ഭീകരമായ പ്രയാസപ്പെടുന്ന പുഴയിലെ പ്രയാസങ്ങളും. ഇന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. അപ്പൊ നബി ചോദിച്ചത് ആരാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു, ഇത് ഫൈനഹു ആക്കിൽ രൂപ, പലിശ മുതൽ തിന്നവനാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ലോൺ എടുക്കണ്ട. ഇതൊക്കെ ഈ ദുനിയാവക്ക് വിട്ടുപോകാനുള്ളതാണ്. ലോൺ എടുത്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വിട്ടുപോകണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും. നോക്കണേ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈന്തപ്പന തോട്ടത്തിൽ കൂടെ നടന്നു പോയപ്പോ അതിന്റെ അറ്റത്ത് 2 കബറ് കണ്ടു. അപ്പൊ നബിക്ക് മനസ്സിലായി ഇവര് ശിക്ഷിക്കപ്പെടുകയാണ്. ആരാ ചോദിച്ചു. ഇന്ന ആൾക്കാരാ പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഇത് വലിയ കുറ്റത്തിനല്ല ഇവര് ശിക്ഷിക്കപ്പെടുന്നത്. നോക്കണേ ശിക്ഷ. 1, ഇതിലൊരാൾ മിനൽ ബൗലി, മൂത്രവിസർജൻ ചെയ്യുമ്പോ മറ സ്വീകരിച്ചില്ല. മറ്റ് മൂത്രവിസർജൻ ചെയ്യുമ്പോ ഒരു സൂക്ഷ്മത പാലിച്ചില്ല. അതിന്റെ പേരിലാ. ഓ, ഇത് ഇത്ര വലിയ കുറ്റാണ്. അപ്പൊ മൂത്രം ഒഴിച്ചു. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 1-2 തുള്ളി അടിവസ്ത്രത്തിലായി അല്ലെ. അങ്ങനെ നമസ്കരിച്ചിട്ട് ആ നമസ്കാരം കബൂലാവോ? നമ്മൾ കാലാകാലം എങ്ങനെയും നമസ്കരിച്ചെങ്കിലോ? ഒരു വഖത്ത് നമസ്കരിക്കാത്തതിന് എന്തായിരിക്കും പ്രയാസം? ഗൗരവമുള്ള വിഷയ. അതിലൊരു സൂക്ഷ്മത നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ മറ്റേ കബറിലാളോ നെമീമത്ത് അല്ലെ, ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കുറ്റ അവന്റെ മേത്തും ഇവന്റെ കുറ്റ അവന്റെ അടുത്തും പറഞ്ഞു നടന്നിട്ട് 2 പേര് ശണ്ട കൂടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഏഷണി പറഞ്ഞു നടന്നു. മറ്റൊരു കുറ്റമായിട്ട് പറഞ്ഞത് ഗീബ, പരദോഷണം പറഞ്ഞു എന്നാ. ഇപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കാം. ഇതാ, നമുക്ക് ദുനിയാവിൽ ഏറ്റവും കേൾക്കാൻ രസമുള്ള സംസാരം ഏതാ? ഹരം പിടിപ്പിക്കുന്ന സംസാരം. കേൾക്കാൻ രസമുള്ള നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാ. അപ്പൊ ഇതിലാർക്കാ സന്തോഷം കൂടുതൽ? നിങ്ങൾ പറയും. പറയുന്ന സ്ത്രീയും കേൾക്കുക, ആർക്കാണ് കൂടുതൽ ഹാപ്പി? അല്ലെ? ഇങ്ങനെ പറഞ്ഞ ഒരു വാക്ക് പറയും, എന്താ പറയാ? എന്നിട്ട് ഇനി പോരട്ടെ. ആരാന്റെ അമ്മക്ക് ഭ്രാന്തളകിയ കാണാൻ നല്ല ചെയ്യും. ഇവിടെ നോക്കണേ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒഴിഞ്ഞു മാറണ്ട. പറയുന്നവനെ പോലെ തന്നെ കേട്ടവരും കുറ്റക്കാരാണ്. കേട്ടവർക്കും അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ദീൻ അവഗണിക്കാതിരിക്കുക. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഉണ്ട്. എന്താ അറിയോ? ഖുർആനിന് എതിര് പ്രവർത്തിച്ചവർക്കുള്ള ശിക്ഷ ഖബറില് കിട്ടിയതിൽ കുറച്ച് നല്ല ഒരു മൂർഖനെ കിട്ടിയല്ലോ. ഖബറിലൊരു ശിക്ഷ ഉണ്ട്. 99 കൂട്ടം പാമ്പുകൾ ഇട്ട് കൊടുക്കും. ഒരു കൂട്ടം പാമ്പ് തിന്നിന്ന് പറഞ്ഞ സെബഊന ഹിയ, ഒരു കൂട്ടത്തിൽ 70 പാമ്പുണ്ടാവും. ഒരു പാമ്പിന് 7 തല, 7 തലകളുള്ള 70 കൂട്ടം പാമ്പ്. അങ്ങനത്തെ എത്ര കൂട്ടം? 99 കൂട്ടം പാമ്പുകള് ഈ മനുഷ്യന്റെ മേത്തിട്ട് കൊടുക്കും. ഈ പാമ്പുകൾ ഇവന്റെ മേത്തുകൂടെ ചുറ്റി വലിഞ്ഞിട്ട് ഇവന് ഖിയാമത്തിനാണ് അവരെ കടിച്ചു കൊത്തിപ്പറിക്കുക. ഒരൊറ്റ കൊത്തിന് 40 കൊല്ലത്തെ വേദന ഉണ്ടാവും. അപ്പൊ എത്ര കാലം വേദനിക്കും? പറ്റുമോ? നിങ്ങൾ ഇന്ന് ബെഡ്റൂമിന്റെ അടിയിൽ നിങ്ങൾ മുകളിൽ കിടന്നാൽ മതി. മുകളിലേ 2 രാജവമ്പാല, 2 അണലി, ഒക്കെ ഈ 2 മതി. ഇത്ര മതി, ഇത്രയേ ഉള്ളൂ. പിന്നെ 2 കരിമൂർക്കൻ. പിന്നെ ഏതാ വേണ്ടി?
അങ്ങനെ ഒരു 3-4 പാമ്പ് അടിയിൽ കൊണ്ടുവന്നിടാം ഞാൻ, നിങ്ങൾ മുകളിൽ കടന്നോളി. പറ്റുമോ? ബെഡിന്റെ അടിയില്ല, കട്ടിലിന്റെ അടിയിൽ. നിങ്ങൾ മുട്ടൂല, കടക്കുവോ? ആ കബറിൽ കഴിയുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തൊരു ഭയ. മായിഷത്തല്ലൻകാന്ന് ഇതിനെ പറഞ്ഞു, ഇടുങ്ങിയ പ്രയാസപ്പെടുന്ന ജീവിതം. രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന് നെഞ്ചിലേറ്റുക, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കളങ്കപ്പെടാതിരിക്കുക, വിശുദ്ധമായി സൂക്ഷിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവാണ് ആരാധ്യൻ, ഏക ആരാധ്യൻ അവൻ. അവനെ മാത്രം ആരാധിച്ച് 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 മറ്റാരെയും ആരാധിക്കാതെ, മറ്റാരോട് ദുആ ചെയ്യാതെ അല്ലാ എല്ലാം അള്ളയായി മാറാം. എങ്കിൽ ആ മഹത്തായ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകം വെടിയാം. ഇതാ മഹാനായ പണ്ഡിതൻ അബുൽ ഖിത്താബ് മുഹമ്മദ് അബ്ദുൽ ബാഖി, വന്ധ്യവയോധികൻ, 83-ാമത്തെ വയസ്സിൽ ഒരു ദീന് പഠിപ്പിക്കുകയായിരുന്നു. ദീനി പ്രസംഗത്തിന്റെ വിഷയം ഫളലു സിവാജ്, വിവാഹത്തിന്റെ ശ്രേഷ്ഠത, വഹുഖൂഖു സൗജ് വസ്സൗജ, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര കടമകൾ. പക്ഷെ പ്രസംഗിച്ചു വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം മരണം വന്നു. പ്രസംഗിക്കുന്ന സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല, പെട്ടെന്ന് ഒരു സെക്കൻഡ് നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. എന്നിട്ട് അങ്ങനെ മരണത്തിലേക്ക് വീഴും. ആണല്ലോ, ആര് ചൊല്ലിത്തന്നാലും ഇല്ലെങ്കിലും സ്വർഗം കാണും. അപ്പോ നിങ്ങൾ സ്വമേധയാ നിങ്ങൾ ചൊല്ലും. അങ്ങനെ ചൊല്ലാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലയും അതിനനുസരിച്ചുള്ള നല്ല ജീവിതവും കാഴ്ചവെക്കുക. എങ്കിൽ നമുക്ക് ഇതുപോലെ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ആ സ്വർഗമന്ത്രം ചൊല്ലി ഈ ദുനിയ വിട്ടു പോകാം. عليه الصلاة والسلام كان مكان شيء كثير رب العالمين موجود في أحد الزوجين. كان عليه الصلاة والسلام يفتح باب السيارة لزوجته ويستقبل السيارة ولا عنده سيارة ولا قاري. كان كذا يسمعه، لكن هذا هذا الكلام بتاع كيف يقام يموت له والملك الروح حبيبنا هو الكيف قال إنما هو جنتك وما അതൊരു നബി വചനാണ്. وما هو جنتك كان على ശ്രദ്ധിക്കുക. قلبك هو أتركك لا إله إلا الله. لا إله إلا الله. امسك يا أخي، امسك. لا إله إلا الله. കണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും ചൊല്ലിക്കൊടുത്തതാണോ? ശരിക്കും ആ ഭാഗം മാത്രം നോക്കി. فكلهم لا إله إلا الله. لا إله إلا الله. കണ്ടോ? ആരും ചൊല്ലിക്കൊടുത്തതല്ല, സ്വമേധയാ ചൊല്ലി അങ്ങനെ മരിച്ചു. 50 കൊല്ലത്തോളം കുവൈത്തിൽ ദാഇയായിരുന്നു. അള്ളാന്റെ ദീന് പഠിപ്പിച്ച് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് 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 ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാന്റെ ദീനിന്റെ സദസ്സിൽ വെച്ച് മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. മൻകാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭൂമിയിൽ ജീവിതം അവസാനിക്കുക, ക്ലോസ്, നമ്മുടെ ജീവിതം ക്ലോസ് ചെയ്യണം, പൂട്ടുകയാണ്, കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പൂട്ടുമ്പോ മറ്റൊരു ഡോർ തുറക്കും സ്വർഗത്തിലേക്ക്. അത് കാണുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും പാപിയായിട്ട് അങ്ങോട്ട് പോകരുത്. തൗബ ചെയ്യുക, പാപങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി തൗബ ചെയ്യുക. ഈ ഭൂമിയിൽ നമ്മുടെ കബറടക്കം ഇവിടെ നടക്കുമ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി വിശുദ്ധരായിട്ട് പോകുക. നോക്കണേ, നമുക്ക് മഗ്ഫിറത്ത് കിട്ടിയിട്ടായിരിക്കണം നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കേണ്ടത്. നോക്കണേ, നബി പറഞ്ഞില്ലേ, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങൾ: സമ്പത്ത്, കുടുംബം, കർമ്മം. ആരും ഉണ്ടാവൂല, സമ്പത്തൊക്കെ മടങ്ങും, ചെയ്ത കർമ്മങ്ങളെ ഉണ്ടാവും. ഇതാ അവസാനിപ്പിക്കുമ്പോൾ ഈ ദൃശ്യം ഒന്ന് കാണും. UAE-യിലെ 2ാമത്തെ പ്രസിഡന്റ് അൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ, അദ്ദേഹത്തിന് പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജനനം, മരണം, അദ്ദേഹത്തിന്റെ മാസ വരുമാനം, മന്ത്ലി ഇൻകം എത്ര വായിക്കും? 250 മില്യൺ ഡോളറാണ് ഒരു മാസം. എത്ര ഉണ്ട്? ഒരു മാസേ 1 മില്യണോട് 10 ലക്ഷം. ഇനി അതർ വരുമാനം, ഇൻകം വേറെ ഉണ്ടാവും.
പക്ഷെ അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കുന്ന കാണി അതോടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ പാലസിൽ നിന്ന് മുന്തിയ വാഹനത്തിൽ മയ്യത്ത് കൊണ്ട് പച്ച മണ്ണിൽ അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ കൊടുത്ത സ്വതക്കയും അതുപോലെ തന്നെ സക്കാത്തും മാത്രം സമ്പത്തായി പോയി. ബാക്കിയൊക്കെ അവിടെ വിട്ടേച്ചു പോയി. സമ്പത്ത് ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, ചെയ്ത കർമ്മങ്ങൾ മാത്രം ബാക്കിയാവും. അത് സമ്പാദിക്കും, ഖബറിലേക്ക് രക്ഷയായി, തുണയായി. തലയ്ക്കുമ്പോൾ കൽവിൽ ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ഇരവിൽ മറിയാതെ തുറന്നു പറന്നു നാമുയർന്ന പിറവിൽ മറിയാതെ പറന്നു നാമുയർ ഒരു ഇടത്താപടം ഇടത്താവളം നേരെ ഇത് അദ്ദേഹത്തിന്റെ ഖബറാണ്, അദ്ദേഹത്തിന്റെ തന്നെ ഖബറാണ്. ഇപ്പൊ എന്താ ഉള്ളത്? ഇത്ര വലിയ സമ്പന്നനാണ്, ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി. അദ്ദേഹം ചെയ്ത വയബഖ അമലുഹും, കർമ്മങ്ങൾ മാത്രം കൂട്ടിനായുള്ള ഒരു ലോകത്തിലേക്ക് നമ്മളിതാ ഇന്ന് മരിച്ചാൽ ഇന്ന് കാലുവെക്കാൻ പോകണം. ഖബറിലേക്കുള്ള ദൂരം ഒരു സെക്കൻഡാ. ഈ സെക്കൻഡിൽ മരിച്ചാൽ ഈ സെക്കൻഡിൽ ഖബർ ആരംഭിക്കണം. ഒരു ദീർഘയാത്രക്കുള്ള പുറപ്പാടാ. എവിടെ വരെ എത്തണം? ജന്നാത്തുൽ ഫിർദൗസ്. എന്തൊക്കെ കടമ്പ, ബർസഖ് കഴിയണം, പുനരുജ്ജീവനം കഴിഞ്ഞ് മഹശറിലേക്കുള്ള നടത്തം, മഹശറില നിപ്പ്, ഹിസാബ്, മീസാന് കഴിഞ്ഞ അവസാനത്തെ വലിയ കടമ്പ സിറാത്തും കടന്നാൽ അൽഹംദുലില്ലാ സ്വർഗവഴിയിലെത്താം. ഒരുങ്ങ. അനഅമലുക സ്വാലിഹ്, സൽക്കർമ്മങ്ങളെ കൂട്ടിനുണ്ടാവും, അത് ധാരാളം സമ്പാദിക്കുക. അല്ലാഹുവേ, ആ മണ്ണറയിലേക്ക്, നിന്റെ ലോകത്തിലേക്ക് ഏത് നിമിഷവും നീ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ വരും. നിന്റെ തീരുമാനമാണ്, അലംഘനീയമാണ്. ഞാൻ കൂടി രക്ഷപ്പെടാനാവില്ല. അള്ളാഹുവെ, മരിക്കുന്ന നേരത്ത് നിറഞ്ഞ ഈമാനോടെ, തഖ്വയോടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മഗ്ഫിറത്ത് ഏറ്റുവാങ്ങി, നിന്റെ തൃപ്തി ഏറ്റുവാങ്ങി മരിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, ഈ സദസ്സിൽ ഹാജരായ എല്ലാവർക്കും ധാരാളം ധാരാളം ഖൈറും ബർക്കത്തും എല്ലാ ജീവിതത്തിലും നൽകി നീ അനുഗ്രഹിക്കണം റബ്ബേ. ഞങ്ങളുടെയൊക്കെ ഹലാലായ എല്ലാ ദുനിയവിയും ഉഖറവിയായ എല്ലാ ആവശ്യങ്ങളും നിന്റെ ഫضل കൊണ്ട് നിർവഹിച്ചു തരണമേ. അള്ളാഹു, ഞങ്ങളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ. എല്ലാ അദാബുകളിൽ നിന്നും നിന്റെ ഫضل കൊണ്ട് രക്ഷിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.